പ്രൈം ഡിബേറ്റ് ആരംഭിക്കുകയാണ്. മലയാള സിനിമയിൽ വർദ്ധിച്ചു വരുന്ന ഒരു തെറ്റായ പ്രവണതയാണ് പ്രൈം ഡിബേറ്റ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതിനു മുൻപ് ഇന്നത്തെ പ്രധാന വാർത്തകൾ ഒന്ന് നോക്കാം. ആദ്യം, ലോ അക്കാദമി വിഷയത്തിൽ ഇടപെടാൻ സർക്കാർ. വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച നാളെ. പ്രിൻസിപ്പൽ ലക്ഷ്മി നായർ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദരേഖ പുറത്ത്. ഇത്ര ഹെൽത്ത് പ്രോബ്ലം അഡ്മിഷൻ എടുത്തത് LLBക്ക് വല്ല ഡിഗ്രിക്ക് എങ്ങനെ ചേർന്നാൽ പോരായിരുന്നു. തനിക്ക് ഇത്ര പ്രശ്നമുള്ള ഒരു കൊച്ചാണെങ്കിൽ അഡ്മിഷൻ കൊടുക്കില്ലായിരുന്നല്ലോ. അന്ന് തന്ത കയറി ഇറങ്ങി നടന്നാണ് അഡ്മിഷൻ വാങ്ങിച്ചത്. ജിഷ്ണു പ്രണോയിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ദുരൂഹത. ഇൻക്വസ്റ്റ് വിവരങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് വിരുദ്ധമെന്ന് ബന്ധുക്കൾ. ജല്ലിക്കെട്ടിനെ പിന്തുണച്ച് കേന്ദ്രം. വിനോദത്തിന് കാളകളുടെ ഉപയോഗം വിലക്കുന്ന ചട്ടം പിൻവലിച്ചു. കേസ് നാളെ വീണ്ടും കോടതിയിൽ. ജല്ലിക്കെട്ട് നിരോധനത്തിൽ സർക്കാരിനും മൃഗസംരക്ഷണ പ്രവർത്തകർക്കും ഇരട്ടത്താപ്പെന്ന് കമൽഹാസൻ. സ്വകാര്യ ബസ് പണിമുടക്കിൽ ദുരിതമായി ജനജീവിതം. മധ്യ കേരളത്തിലും മലബാറിലും യാത്രക്കാർ വലഞ്ഞു. തെക്കൻ കേരളത്തിൽ പണിമുടക്ക് ഭാഗികം. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ അടുത്ത മാസം 2 മുതൽ അനിശ്ചിതകാല സമരം. KSRTC യാത്രാ കാർഡുകൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. കേരളത്തിന് ഇത്തവണ രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ ഇല്ല. കൃത്യസമയത്ത് പട്ടിക സമർപ്പിച്ചില്ലെന്ന് കേന്ദ്രം. ആരോപണം തള്ളി ആഭ്യന്തര സെക്രട്ടറി നളിനി നെറ്റോ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തെരേസ മേയ്ക്ക് തിരിച്ചടി. യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തുപോകാൻ പാർലമെന്റിന്റെ അനുമതി വാങ്ങണമെന്ന് ബ്രിട്ടീഷ് സുപ്രീം കോടതി. സിനിമ ഓൺലൈൻ നിരൂപണം, അത് കച്ചവടമോ? ഹിറ്റ് ചാർട്ടിൽ ഇടം നേടി നൽകാമെന്ന മോഹവലയത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് മലയാള സിനിമ. സിനിമാ പ്രചാരണത്തിന്റെ മറവിൽ ഓൺലൈൻ നിരൂപണം ശക്തമായി പ്രചരിപ്പിക്കുന്നു. റിലീസിനെ തുടർന്ന് ചിത്രം അത്യുജ്വലമെന്ന മട്ടിൽ ഓൺലൈനിലൂടെ പ്രചരിപ്പിച്ച് ചിത്രം ഹിറ്റാണെന്ന പ്രതീതിയും സൃഷ്ടിക്കുകയാണ്. ഇതിനായുള്ള പ്രവർത്തനം സിനിമാ രംഗത്ത് ഇപ്പോൾ വളരെ ശക്തമാണ്. തങ്ങളുമായി കരാറിൽ ഏർപ്പെടാത്ത ചിത്രങ്ങളെ നിരൂപണത്തിലൂടെ തകർക്കലും ഒരു പതിവാകുന്നു. തിയേറ്ററിൽ ആളെ കയറ്റാൻ ഇത്തരം തരംതാണ കളികൾക്കാവുമോ? കുറുക്കുവഴികൾ ഹിറ്റുകൾ തരില്ലെന്ന യാഥാർത്ഥ്യം സിനിമാ പ്രവർത്തകർ തിരിച്ചറിയുമോ? ഈ ചർച്ചയിലേക്കാണ് പോകുന്നത്. തിരക്കഥാകൃത്ത് ശ്രീമതി ദീദി ദാമോദരൻ കോഴിക്കോട് നിന്ന് ചേരുകയാണ്. ഓൺലൈൻ രംഗത്ത് വളരെ സജീവമായി ചലച്ചിത്ര നിരൂപണം നടത്തുന്ന മാധ്യമപ്രവർത്തകൻ മനീഷ് നാരായണൻ കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. സിനിമാ നിരൂപകൻ ശ്രീ A ചന്ദ്രശേഖരൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ചലച്ചിത്ര സംവിധായകരെ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുകയാണ്. ഓൺലൈൻ ആണ് വിഷയം എന്നതുകൊണ്ട് ഈ കൂട്ടത്തിൽ ഏറ്റവും ജൂനിയർ ആണെങ്കിലും ആദ്യ അവസരം മനീഷിലേക്ക് തന്നെ. മനീഷ്, സിനിമാ നിരൂപണം വളരെ ഗൗരവമായി ഓൺലൈനിലൂടെ ചെയ്യുന്നയാളാണ്. പലപ്പോഴും പല ഘട്ടത്തിലും പല സംവിധായകരുടെയും ചലച്ചിത്ര പ്രവർത്തകരുടെയും അപ്രീതിയൊക്കെ മനീഷ് വാങ്ങിയിട്ട് പോലും അത് നടത്തുന്നയാളാണ്. പക്ഷെ നമ്മൾ സംസാരിക്കുന്ന ഈ ഓൺലൈൻ നിരൂപണം എന്നത് പുതിയ കാലത്തെ ബോളിവുഡിലും മറ്റുമൊക്കെ ഉള്ള പ്രൊമോഷണൽ സ്വഭാവത്തിലേക്ക് മാറുമ്പോൾ കേരളത്തിൽ അതൊരു ബിസിനസ്സായി മാറുന്നുണ്ടോ? ഹിറ്റുകൾ സൃഷ്ടിക്കുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കാൻ നിരൂപണത്തെ ദുരുപയോഗിക്കുന്നുണ്ടോ? എന്താണ് ആ പ്രവണത? ബോധ്യം എന്താണ്? ശരത്ത്, ഇക്കാര്യത്തിൽ എനിക്ക് ഈ ഒരു വിഷയത്തിലേക്ക് കടക്കുമ്പോൾ എനിക്ക് പറയാൻ തോന്നുന്നത്, നമുക്കറിയാം ഫേസ്ബുക്ക് അത് ഒരു സാമൂഹിക മാധ്യമം എന്നുള്ള രീതിയിൽ രാഷ്ട്രീയത്തിലും മറ്റ് സാംസ്കാരിക മേഖലകളിലും എത്രമാത്രം ഉപയോഗപ്പെടുത്തുന്നു എന്നതുപോലെ തന്നെ അത് സിനിമയിലും കാര്യമായി ഉപയോഗപ്പെടുത്താറുണ്ടായിരുന്നു. 2011 മലയാളത്തിലെ ഒരു നവനിര ശൈലിയിൽ സിനിമകളൊക്കെ, ഈ ട്രാഫിക്, സോൾട്ട് ആൻഡ് പെപ്പർ അടക്കം തുടർന്ന് ഇങ്ങോട്ടുള്ള ഒരുപാട് നവതലമുറ സിനിമകൾ വന്നപ്പോൾ അതിന് ഏറ്റവും നല്ല രീതിയിൽ ഈ റോഡിലൊക്കെയുള്ള ചുവരെഴുത്തിന് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഫ്ലെക്സിനൊക്കെ സമാനമായിട്ടുള്ള ഒരു പ്രൊമോഷണൽ സ്പേസായി മാറിയിരുന്നത്, അതിൻ്റെ ഒരു പ്രചരണ പ്രതലമായി മാറിയിരുന്നത് സോഷ്യൽ മീഡിയ ആയിരുന്നു. സോഷ്യൽ മീഡിയ കൃത്യമായിട്ട് ഓരോ സിനിമകൾ, ഏതൊക്കെ സിനിമകളാണ് വളരെ ട്രെൻഡ് എന്ന്, അല്ലെങ്കിൽ ഇപ്പോൾ കാണേണ്ട സിനിമകൾ, നമ്മൾ കാഴ്ച ആകർഷിക്കുന്ന സിനിമ ഇതൊക്കെയാണെന്നുള്ള രീതിയിൽ ഒരു ചർച്ച കൊണ്ടുവരാൻ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് സാധിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ നമുക്ക് കാണാനാവുന്നത് ഇതേ മീഡിയത്തെ തന്നെ ഒരു പെയ്ഡ് പ്രൊമോഷനുള്ള സ്പേസ് കൂടിയായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതിൽ ഗുരുതരമായൊരു തെറ്റ് ഒരർത്ഥത്തിൽ കാണാനാകില്ല. കാരണം
ബോളിവുഡിൽ നിന്ന് പുറത്തിറങ്ങുന്ന സിനിമകൾ, തമിഴിൽ നിന്ന് പുറത്തിറങ്ങുന്ന സിനിമകൾ, അങ്ങനെ വിവിധ ഭാഷാ സിനിമകളെല്ലാം തന്നെ ഇത്തരം സാധ്യത അല്ലെ ഒരു കൃത്യമായിട്ടുള്ളൊരു പ്രൊമോഷൻ ആൻഡ് സ്ട്രാറ്റജിക്ക് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയെ ഉപയോഗപ്പെടുത്താറുണ്ട്. മനീഷ്, ഒരു പ്രധാന പ്രശ്നം മനീഷ്, അതിലൊരു പ്രശ്നം അതൊരു ബിസിനസ് തന്ത്രമാണ് എന്ന നിലയിൽ അതൊരു ബിസിനസ് തന്ത്രമാണ് എന്ന നിലയിൽ അംഗീകരിക്കപ്പെടുന്നു, യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിനൊരു സ്വതന്ത്ര പ്രതിച്ഛായ നൽകി ചിത്രം മികവുറ്റതാണ് എന്ന നിരൂപണ ശൈലിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക, നിങ്ങളെപ്പോലെയുള്ള നിരൂപകരടക്കം സംശയിക്കപ്പെടുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കപ്പെടുന്നു. ഹിറ്റുകളിലേക്കാണ് ഈ സിനിമ കുതിക്കുന്നത് എന്ന ഒരു പൊതുബോധം സൃഷ്ടിക്കുന്നു. 4-5 ദിവസം കഴിയുമ്പോഴാണ് യഥാർത്ഥ പ്രേക്ഷകന് ചിത്രത്തെക്കുറിച്ചൊരു കൃത്യം ബോധ്യമുണ്ടാകുന്നത്. അപ്പോഴത്തേക്കും തിയേറ്ററുകളിൽ ചിലപ്പോൾ ശൂന്യമായിട്ടുണ്ടാകാം ദ സോ കോൾഡ് ഹിറ്റ് സിനിമകൾ. തീർച്ചയായും ശരത്തിന്റെ ആ വാദം അംഗീകരിക്കാവുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിലൊരു ബയാസ്ഡ് ആയിട്ടുള്ള ഒരു വശം കൂടിയുണ്ട്. കാരണം തിയേറ്ററിൽ പ്രദർശനത്തിന് എത്തുന്ന സിനിമകൾ ആദ്യത്തെ മണിക്കൂറിൽ തന്നെ ഒരു നിശ്ചിത ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലോ അല്ലെങ്കിൽ ഈ സിനിമയുടെ നിർമ്മാതാക്കളുമായും ബാനറുമായും മുൻകൂട്ടി കരാർ ചെയ്ത 4-5 അല്ലെങ്കിൽ 10-ലേറെ വരുന്ന ഫേസ്ബുക്ക് പേജുകളും ഓൺലൈൻ ഗ്രൂപ്പുകളുമായി അതിൽ ഈ സിനിമ മികച്ചതാണ് അല്ലെങ്കിൽ 5 സ്റ്റാർ നൽകാവുന്നതാണെന്ന രീതിയിൽ പെയ്ഡ് പ്രൊമോഷൻസ് വരാവുന്നത്. അതൊരു പക്ഷേ വളരെ പെട്ടെന്ന് ഇന്ന് ഏത് സിനിമ തിരഞ്ഞെടുക്കണം എന്ന് ചിന്തിച്ച് അയാളുടെ ഫേസ്ബുക്ക് ടൈംലൈനിൽ പോകുന്ന ഒരു പ്രേക്ഷകന് എളുപ്പം തിരിച്ചറിയാവുന്നതല്ല. പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശയക്കുഴപ്പത്തിന് അത് കാരണമാവുന്നുണ്ട്. എന്നാൽ നേരെ തിരിച്ച് ആ സിനിമ കാണുമ്പോൾ ഈ ആശയക്കുഴപ്പം മാറുകയും ചെയ്യും. കാരണം ഈ സിനിമയുമായി കരാർ ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ ഫേസ്ബുക്ക് പേജുകളെയും എല്ലാ ഓൺലൈൻ മാധ്യമങ്ങളുടെയും പേര് വലിയ വലിപ്പത്തിൽ തന്നെ ഒഫീഷ്യൽ ഓൺലൈൻ മീഡിയ പാർട്ണർ എന്നുള്ള രീതിയിൽ അവിടെ അവർ മനീഷ് പറഞ്ഞതിൽ ഒരു വളരെ രസകരമായിട്ടുണ്ട്. ഒരു ടൈറ്റിൽ കാർഡ് പോകുന്ന സമയം നമ്മൾക്കറിയാം. ഒരു പേര് തന്നെ വായിച്ചെടുക്കാൻ സമയം എടുക്കുമെന്നിരിക്കെ 15ഉം 20ഉം ഗ്രൂപ്പുകളുടെ ഗ്രൂപ്പ് ഐക്കൺസ് ആണ് നമ്മൾ ടൈറ്റിലിൽ കാണുന്നത്. ഓൺലൈൻ ഗ്രൂപ്പുകൾ. ഒരു സിനിമയ്ക്ക് എന്തിനാണ് ഇത്രയും ഗ്രൂപ്പുകൾ എന്ന ചോദ്യത്തിനൊന്നും കൃത്യമായ മറുപടിയില്ല. ഞാൻ മനീഷിലേക്ക് മടങ്ങി വരാം. ശ്രീമതി ദീദി ദാമോദരൻ, ഇതെല്ലാം നല്ലതാണ്. ഓൺലൈൻ നവമാധ്യമങ്ങളുടെ വളർച്ച രാഷ്ട്രീയമായി സാമൂഹ്യമായി വലിയ പൊളിച്ചെഴുത്തിനും വലിയ വിമർശനങ്ങൾക്കും വലിയ തുറന്നു പറച്ചിലുകൾക്കും ഇടം നൽകിയ പൊതു ഇടം തന്നെയാണ്. പക്ഷേ അവിടെ യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു ബിസിനസ് സംവിധാനത്തിൻ്റെ ട്രിക്കിലേക്ക് സിനിമയെ ഈ വിധത്തിൽ മാറ്റപ്പെടുന്നുണ്ട്. അത് തിരിച്ചറിയപ്പെടേണ്ടതാണോ? ഒരു PR നിരൂപണം യഥാർത്ഥത്തിൽ യോജിക്കാവുന്നതാണോ? ശരത്, ഇത് പറയുമ്പം ഇതുവരെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, ഇത് പെട്ടെന്ന് പുതിയ എന്തോ ഒരു പ്രവണതയാണ് എന്നൊക്കെയുള്ള മട്ടിലാണ് കാര്യങ്ങൾ പറയുന്നത്. കാലങ്ങളായിട്ട് എല്ലാ മുഖ്യധാര മാധ്യമങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് ഇത് തന്നെയാണല്ലോ. അത് പ്രിന്റിലായിരുന്നു. എനിക്ക് തോന്നുന്നത് നമുക്ക് ക്രിറ്റിസിസം സ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു വിഷമം കൊണ്ടായിരിക്കും ഇപ്പോൾ ഇതുപോലെ ഒരു ചർച്ച പോലും നമുക്ക് ചെയ്യേണ്ടി വരുന്നതെന്ന് തോന്നുന്നു. കാരണം ഉൾക്കരുത്തുള്ള ഒരു സിനിമ ഉണ്ടെങ്കിൽ അതിന് ഈ പറഞ്ഞ വിമർശനങ്ങളൊന്നും അതിനെ ബാധിക്കുകയില്ല. എന്തിനാണ് വിമർശനങ്ങൾ അല്ലെങ്കിൽ അതിനെതിരായിട്ടുള്ള കാര്യങ്ങൾ ഇത്ര പേടിക്കുന്നത്? ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന കുട്ടികളോട് കൂവരുത് എന്ന് പറയുന്ന പോലെയാണ്. പരിപാടി മോശമാണെങ്കിൽ കൂവ തന്നെയാണല്ലോ വേണ്ടത്, കൈയടിക്കുക മാത്രം ആണോ ചെയ്യേണ്ടത്? എന്തിനാണ് അങ്ങനെ? അഥവാ പ്രൊമോഷണൽ അല്ലെങ്കിൽ എല്ലാവരും പ്രൊമോഷണലായിട്ടല്ലേ എല്ലാ പോസ്റ്ററിലും നമ്മൾ അത് തന്നെയല്ലേ എഴുതുന്നത്? പുതിയതായിട്ട് ഇത്തിരി സ്പേസാണ് നമുക്ക് വേറെ തരം സെൻസറിങ് ഇല്ലാതെ പറയാൻ പറ്റുന്ന ഒരു ഇത്തിരി സ്പേസിനെയും കൂടെ നമ്മൾ എന്തിനാണ് ഇല്ലാതെ ആക്കുന്നത്? ക്രിട്ടിക്കൽ ആവുന്നതിന് എന്തിനാണ് നമുക്ക്? അവിടെയാണ് ദീദി ദാമോദരൻ ദീദി പറഞ്ഞതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗവുമുണ്ട്. പക്ഷേ അതിൽ ഒരു പ്രധാനപ്പെട്ട വിമർശനവുമുണ്ട്. ഒന്ന്, ഈ പറയുന്ന സ്വതന്ത്രമായ പ്രേക്ഷകന്റെ വിമർശനങ്ങൾ, ചിലപ്പോൾ ആ സ്വതന്ത്ര വിമർശനങ്ങൾ എന്ന് സംഘടിതമായി സിനിമയെ തകർക്കലായും രൂപപ്പെട്ടിരുന്ന വിമർശനങ്ങളെ അതിജീവിക്കാൻ ഒരു PR കമ്പനിയോ അല്ലെങ്കിൽ അത്തരം പ്രൊമോഷണൽ ആക്ടിവിറ്റീസിൻ്റെയോ ഭാഗമായി ഇത്തരം നിരൂപണങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. അത്തരം സ്വതന്ത്രമായ വിമർശനങ്ങൾ അവിടെ തന്നെ ഇല്ലാതാക്കാൻ, അതിനെ കില്ല് ചെയ്യാൻ വേണ്ടിയാണ് ഈ സംവിധാനം രൂപപ്പെട്ടത്. അതല്ലാതെ സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനത്തെ ഭയപ്പെടുന്നതിനെയോ ആശങ്കപ്പെടുന്നതിൻ്റെ അല്ല. അതിലൂടെ ഈ ഓഹരി കമ്പോളത്തിലൊക്കെ ചെയ്യുന്നത് പോലെ ഒരു ഹിറ്റിന്റെ പ്രതീതി സൃഷ്ടിക്കുകയാണ്. 4-5 ദിവസം കഴിയുമ്പോൾ മാത്രം സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനം നമ്മൾ പെർമിറ്റ് ചെയ്യുന്നേ ഇല്ല. അതായത് ഒരു മാധ്യമത്തിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന അഡ്വർടൈസ്മെന്റ് റവന്യൂ പിൻവലിച്ചുകൊണ്ട് മാഫിയ പ്രവർത്തനങ്ങൾ നടത്തുന്ന പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അല്ലാത്തൊരു സ്പേസിൽ ഒരാൾക്ക്, അത് ഒരാൾക്കാരുടെ അഭിപ്രായമല്ലേ, എന്താണ് നമുക്ക് അവർക്കുള്ള സ്പേസ് കൊടുക്കാൻ ഇത്ര ബുദ്ധിമുട്ട്?
നമ്മൾ എന്തൊരു ജനാധിപത്യ ബോധം ഇല്ലാത്ത ആൾക്കാരായിട്ടാണ് പറയുന്നത് ക്രിട്ടിക്കൽ ആവാൻ പാടില്ല എന്ന് പറയുന്ന പോലെയല്ലേ അത്? ഒരാൾക്ക് തകർക്കാനോ അല്ലെങ്കിൽ അതിനെ പൊക്കി പറയാനോ എത്ര കാലം കഴിയും? എത്ര സിനിമ റിലീസിന്റെ മറവിൽ രണ്ട് തരം സാഹചര്യങ്ങൾ. ഒന്ന്, റിലീസ് വരുമ്പോൾ ചില സിനിമകളെ പുകഴ്ത്തിക്കൊണ്ടുവരിക, ചില സിനിമകളെ ഇകഴ്ത്തിക്കൊണ്ടുവരിക, അതിനെ താഴ്ത്തിക്കെട്ടുക. ഇത് ഒരു ആശയമായി ഇത് ഈ രൂപത്തിലേക്കൊക്കെ സഞ്ചരിക്കുന്ന തലം അത് ഏതെങ്കിലും തരത്തിൽ സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനത്തിന്റെ ഭാഗമാണെന്ന് തന്നെയാണോ താങ്കൾ കാണുന്നത്? നമുക്കറിയാവുന്നല്ലേ എണ്ണം പറഞ്ഞ മാസികകളുടെ മുഖചിത്രമായിട്ട് സിനിമയുടെ റിവ്യൂ എഴുതി വന്നാൽ പോലും ആ സിനിമ തിയേറ്ററിൽ 4-5 ആൾക്കാരല്ലേ, അത് ഗംഭീര സിനിമയാണ് എന്ന് പറഞ്ഞിട്ട് എത്ര പ്രചരണം നടത്തിയിട്ടും ആ സിനിമകൾ തിയേറ്ററിൽ അതിനെ സേവ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അത് ആൾക്കാർക്ക് തിരിച്ചറിയാൻ പറ്റുമല്ലോ. സിനിമ കണ്ട് തന്നെ വേണം അതിനെപ്പറ്റി അഭിപ്രായം പറയാൻ. അതിലൊരാൾ ക്രിട്ടിക്കൽ ആവുന്നതിൽ നമ്മൾ ഒരു അസഹിഷ്ണുതയും കാണിക്കേണ്ടതില്ല. അവർക്ക് മോശമോ നല്ലതോ എന്ന് പറയാനുള്ള സ്പേസ് അനുവദിച്ച് കൊടുക്കുക തന്നെ വേണം. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. സംവിധായകൻ ശ്രീ കമൽ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ കമൽ, ഈ ഓൺലൈൻ നിരൂപണം എന്നത് യഥാർത്ഥത്തിൽ നിരൂപണത്തിൻ്റെ മാത്രം പ്രശ്നമല്ലെങ്കിൽ കൂടിയും നിരൂപണം എന്നത് യഥാർത്ഥത്തിൽ ഒരു പെയ്ഡ് സംവിധാനത്തിൻ്റെ സ്വഭാവത്തോടുകൂടി സിനിമയെക്കുറിച്ചുള്ള ഒരു കൃത്രിമ പ്രചാരണത്തിൻ്റെ വേദിയായി സ്വതന്ത്ര റിവ്യൂ എന്ന മട്ടിൽ നടത്തുന്ന ഈ ഏർപ്പാടുകൾ യോജിക്കാവുന്നതാണോ? അതായത് ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ആർക്കും എന്തിനെ കുറിച്ചും അഭിപ്രായം പറയാം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അതിനെ നമ്മൾ അംഗീകരിക്കുന്നത്. കാരണം ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നുള്ള രീതിയിൽ എന്തിനെ കുറിച്ചും അഭിപ്രായം പറയാം. പക്ഷെ സിനിമയെ നിരൂപണം ചെയ്യുക എന്ന് പറയുമ്പോൾ സിനിമയെ കുറിച്ചൊരു സാമാന്യ ബോധമില്ലാത്ത ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവൃത്തിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് എനിക്ക് സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നതല്ല നിരൂപണം. അതല്ലെങ്കിൽ പ്രധാന നടന്റെ അഭിനയം കലക്കി എന്ന് പറയുന്നതോ അല്ലെങ്കിൽ നന്നായില്ല എന്ന് പറയുന്നതോ അല്ലെങ്കിൽ കഥ ശരിയായില്ല എന്ന് പറയുന്നതല്ലല്ലോ നിരൂപണം. നിരൂപണമാണെങ്കിൽ ആ സിനിമയുടെ മൊത്തം ഭാവുകത്വം, അതിന്റെ രാഷ്ട്രീയം, അതിന്റെ സിനിമാപരമായിട്ടുള്ള സാധ്യതകൾ, ഇതിനൊക്കെ മനസ്സിലാക്കി നിരൂപണം ചെയ്യുകയാണെങ്കിൽ നമ്മളതിനെ സ്വാഗതം ചെയ്യാം. അത് ഒന്നും അറിയാതെ ഏതെങ്കിലും പിള്ളേർ വന്നിരുന്നിട്ട് ആ സിനിമയ്ക്ക് മാർക്കിടുന്ന രീതിയിലേക്കുള്ള നിരൂപണം നമുക്കതിനെ അംഗീകരിക്കാൻ പറ്റില്ല. ശ്രീ കമൽ, അതായത് സിനിമ ഇറങ്ങിക്കഴിയുമ്പോൾ പ്രേക്ഷകൻ അവൻ്റെ അഭിപ്രായത്തെ നിരൂപണ സ്വഭാവത്തോടുകൂടി അങ്ങനെ നിരൂപിക്കുമ്പോൾ സിനിമാ ലോകം അസ്വസ്ഥമാകും. അത് സിനിമയെ ബാധിച്ചിരുന്നു. ഇതിനെ അതിജീവിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമായി വളരെ സംഘടിതമായി നിരൂപണം എന്ന സ്വഭാവത്തോടുകൂടി വളരെ സ്വതന്ത്ര ബോധത്തോടുകൂടി നിരൂപണങ്ങൾ സൃഷ്ടിക്കുന്നു. അത് പ്രേക്ഷകരിൽ എത്തുന്നു. പ്രേക്ഷകർ ഇത് വിശ്വസിച്ച് തിയേറ്ററിലേക്ക് പോകുന്ന ഒരു കാലത്തിൽ നിന്ന് അവനും ഇപ്പോൾ തിരിച്ചറിവുണ്ടായിട്ടുണ്ട്. ആദ്യ ദിവസങ്ങളിലെ റിവ്യൂ വിശ്വസിക്കാൻ കൊള്ളാത്തതാണ് എന്ന നിലയിൽ പ്രേക്ഷകനും എത്തിയിട്ടുണ്ട്. 3-4 ദിവസം കഴിയട്ടെ നമ്മൾക്ക് നോക്കാം എന്ന് പറയുന്ന നിലയിൽ കുടുംബങ്ങൾ മാറി നിൽക്കുന്ന നിലയിൽ അപ്പോൾ ഈ പ്രേക്ഷകൻ്റെ തിരിച്ചറിവുകളെയും അഭിപ്രായത്തെയും ഇങ്ങനെ സംഘടിതമായി റിവ്യൂ ആക്കി ഒരു കച്ചവട അടിസ്ഥാനത്തിൽ നീക്കുന്നത് ഉചിതമാണോ? സ്വാധീനിക്കുന്നുള്ളത് ശരിയാണ്. കാരണം ഇപ്പൊ ആദ്യം വരുന്ന നിരൂപണം ശരിയാണെന്ന് വിശ്വസിക്കുന്ന യങ്സ്റ്റേഴ്സ് ഒരുപാട് പേരുണ്ട്. നമ്മൾ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ ആദ്യം പറയുന്ന അവരിതാണ്, ഇന്ന ഓൺലൈൻ മാഗസിൻ ഓൺലൈനിൽ കണ്ടു, അതിന് ഇത്ര മാർക്കുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു ചെറുപ്പക്കാരുടെ ഒരു സംഘമുണ്ട്. അവര് അത് തെറ്റിദ്ധരിച്ചിട്ട് സിനിമ നല്ലതാണോ ചീത്തയാണെന്നുള്ള തിരിച്ചറിവില്ലാണ്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് അത് ഈ പറയുന്ന പെയ്ഡായിട്ടുള്ള ചില സിനിമകൾക്കെങ്കിലും അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടില്ലെന്ന് നമുക്ക് പറയാൻ പറ്റൂല. ചില ഫാൻസിന്റെ അത് ഏതാണ്ട് മലയാള സിനിമയുടെ ഒരു ഭാഗമായി തന്നെ മാറിയിട്ടുണ്ട്. നേരത്തെ മനീഷ് നാരായൺ സൂചിപ്പിച്ച പോലെ ഒരു സിനിമ കണ്ടു തുടങ്ങുമ്പോൾ 15-16 ഓൺലൈൻ ഗ്രൂപ്പുകളാണ് ഇതുമായി സഹകരിക്കുന്നത്. ഇത്രയേറെ ഗ്രൂപ്പുകൾക്ക് സഹകരിക്കാനുള്ള ഇടമെന്ത് എന്ന് അന്വേഷിക്കുമ്പോഴാണ് പലപ്പോഴും ഇത്തരത്തിലേക്കുള്ള കളികൾ, ഇകഴ്ത്തൽ, പുകഴ്ത്തൽ, തള്ളിപ്പറയൽ, ഫേക്ക് ഐഡികളുടെ പ്രയോഗങ്ങൾ, അതിലൂടെ ഒരുപക്ഷെ സ്വതന്ത്രമായി ഏതെങ്കിലും ഒരു പ്രേക്ഷകൻ അഭിപ്രായം പറഞ്ഞാൽ അത്തരം ആളുകൾ ചിലപ്പോൾ ഈ ചർച്ചയിലേക്ക് കടന്നു വന്നേക്കാം. അവരെ സംഘടിതമായി വിമർശിക്കുക, ഭീഷണിപ്പെടുത്തുക, സ്വതന്ത്രമായ അഭിപ്രായത്തെ ആ സ്വതന്ത്ര സംവിധാനം ഉപയോഗിച്ച് തന്നെ ദുരുപയോഗിക്കുന്നു എന്ന ഒരു തലത്തിലേക്ക് പോകുന്നു. അറിഞ്ഞോ അറിയാതെയോ മലയാള സിനിമ അതിൻ്റെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതല്ലേ അവസ്ഥ, ശ്രീ കമൽ? തീർച്ചയായിട്ടും. അതായത് എനിക്ക് തോന്നുന്നത് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു സ്വഭാവം തന്നെ അതങ്ങനെയാണല്ലോ. ഒരാളൊരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഘടിതമായിട്ട് വന്നിട്ട് അതിനെ എതിർക്കുക, ചീത്ത വിളിക്കുക, അസഭ്യം പറയുക എന്നുള്ളൊരു അവസ്ഥയുണ്ട്. അതിപ്പോ സിനിമ നിരൂപണം ചെയ്യുന്ന കാര്യത്തിൽ മാത്രമല്ല, എല്ലാ നിലപാടുകളിലും അത് നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ്. ഈ സിനിമാ നിരൂപണത്തിലേക്ക് വരുമ്പോൾ ഒരു സിനിമ ആ സിനിമയുടെ ഗുണങ്ങളോ അല്ലെങ്കിൽ ദോഷങ്ങളോ അല്ല ഈ പറയുന്നവരെ
അലോസരപ്പെടുത്തുന്നത്. പലപ്പോഴും ആ സിനിമയുടെ താരം ആരാണ്, ആ താരത്തിനെതിരെ കുറ്റം പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അതിനെ എതിർക്കുന്നു എന്നുള്ള രീതിയിൽ സംഘടിതമായ ശ്രമങ്ങൾ നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്. അവിടെയാണ് ഒരു കുഴപ്പം വരുന്നത്. സിനിമയെ അതിന്റെ എല്ലാ അർത്ഥത്തിലും വിലയിരുത്തുമ്പോൾ ഇതുപോലുള്ളൊരു അധിക്ഷേപമൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അത് തിരിച്ചറിയാനുള്ള കഴിവുള്ളവർ വളരെ കുറവാണ്. അപ്പൊ ഇവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും കയറി എന്തും പറയാവുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഈ സോഷ്യൽ മീഡിയ മാറിയതിന്റെ ഒരു കുഴപ്പം തന്നെയാണ് കാണുന്നത്. അത് സിനിമയുടെ നിരൂപണത്തിന്റെ കാര്യത്തിലും അങ്ങനെ വരുന്നു. വളരെ സില്ലി ആയിട്ട് ഇതിനെ കാണുന്നു. നമ്മളപ്പോ ആലോചിക്കുന്ന മുൻകാലങ്ങളിൽ സിനിക്കും കോഴിക്കോടനും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സിനിമയെ ആധികാരികമായിട്ട് പഠിച്ച നിരൂപകരുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ എവിടെ എത്തി എന്നുള്ളത് തന്നെയാണ് ആലോചിക്കേണ്ടത്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ അതുകൊണ്ട് തന്നെയാണ് ശ്രീ കമൽ താങ്കൾ പറഞ്ഞതുപോലെ നിരൂപണം സൃഷ്ടിക്കുന്ന അപകടങ്ങളെ അതിജീവിക്കാൻ വേണ്ടിയുള്ള തന്ത്രമായി വ്യാജ നിരൂപക റിവ്യൂ സംവിധാനം ഓൺലൈനിൽ ശക്തി പ്രാപിക്കുകയാണോ എന്ന ചോദ്യത്തിലേക്ക് തന്നെ വന്നു. ശ്രീ ചന്ദ്രശേഖരൻ, നിരൂപണം ഒരു കല എന്നതിൽ നിന്ന് ഏറ്റവും സാധ്യതയുള്ള ബിസിനസ്സായി മാറുകയും അത് ഓൺലൈനിൽ ഒരു വ്യാജ നിരൂപണമായി പ്രതിഫലിക്കുകയും ചെയ്യുന്നുണ്ടോ? നേരത്തെ പറഞ്ഞ പോലെ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ അത് അവൻ ആരോടും ചോദിക്കാതെ ഈ സ്വതന്ത്ര സംവിധാനത്തിൽ വന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ടില്ല, അതിൽ ചെന്നു കൊള്ളുന്ന ആളുകളുണ്ടാകും. അവരുടെ വലിയ അധ്വാനത്തെയാണ് ഒറ്റ വാചകത്തിൽ പറിച്ചെറിയുന്നത്. അതിൻ്റെ വേദന അവർക്കുണ്ടാകും. അത് മറ്റു ചില ആളുകൾ ശക്തമായ നിരൂപണമായി അഭിപ്രായം രേഖപ്പെടുത്തിയേക്കാം. ഇതിനെ അതിജീവിക്കാൻ കഴിയുന്ന ഒരു വ്യാജ നിരൂപണ സാധ്യത ഈ ഓൺലൈൻ റിവ്യൂ പ്രമോഷൻ്റെ പശ്ചാത്തലത്തിൽ മലയാള സിനിമയിൽ ശക്തി പ്രാപിക്കുകയാണോ? നേരത്തെ ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. ഒന്ന്, ഇപ്പോൾ കമൽ സാറ് പറഞ്ഞതുപോലെയുള്ള നിരൂപകർ, അത്തരം നിരൂപകർ എത്ര പേര് ഈ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ പുതിയ മീഡിയയിൽ ഫേസ്ബുക്കിൽ വന്ന് നിരൂപണം നടത്തുന്നുണ്ടെന്നുള്ളത് പരിശോധിക്കണം. ഗൗരവമായി സിനിമയെ കരുതുന്നവർ അവരുടെ ബ്ലോഗിലോ അവരുടെ വെബ്സൈറ്റുകളിലോ വളരെ ഗൗരവമായി തന്നെ ഇത്തരം നിരൂപണങ്ങൾ നടത്തുന്നുണ്ട്. അതൊരിക്കലും ഖണ്ഡന വിമർശനമല്ല നടത്തുന്നത്. ദീദി പറഞ്ഞതുപോലെയുള്ള പിന്നെ ഒരു ഓപ്പൺ സ്പേസ് ഈ സോഷ്യൽ മീഡിയ നൽകുന്നുണ്ടെങ്കിലും സംഭവിക്കുന്നത് എന്താ, സംഘടിതമായി ഇപ്പം നമ്മൾ കൂവി തോപ്പിക്കുക എന്ന് പറയും. തോപ്പിക്കുന്നതിൻ്റെ മറ്റൊരു കാരണം ഇടയ്ക്ക് തിയേറ്ററുകളിൽ ഇങ്ങനെ ഈ ആരാധകർ തമ്മിലുള്ള സംഘർഷം കൂടുമ്പോൾ കൂവി തോപ്പിക്കുന്ന അത്തരമൊരു മാഫിയായിട്ട് ഈ പ്രവണത മുന്നോട്ട് വരുന്നതാണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം. അവർ റിയലായിട്ടുള്ള വിമർശകരോ അല്ലെങ്കിൽ നിരൂപകരോ അല്ല. പക്ഷേ അതേസമയം ഇപ്പോൾ മനീഷ് നാരായണന് മുമ്പ് നേരിട്ടിട്ടുള്ളപ്പോൾ വന്നിട്ടുള്ളൊരു ആർഗ്യുമെൻ്റ് ഉണ്ട്. അതായത് സിനിമ എടുക്കാൻ അറിയുന്നവർ നിരൂപണം, അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. കാരണം ഒരു സിനിമ ഒരു മാസ് മീഡിയമാണ്. അല്ലാതെ ഒരു പിന്നെ കഥകളി പഠിച്ചതുപോലെ കഥകളി കണ്ട് ആസ്വദിക്കുന്നവർ പോലെ അതിൻ്റെ പിന്നെ സാങ്കേതികത അറിഞ്ഞിട്ട് ആസ്വദിക്കേണ്ട ഒരു കലയല്ല, മാസ് മീഡിയമാണ്. അപ്പം അതിൽ കാണുന്ന ആർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ആ സ്വാതന്ത്ര്യത്തിനെ, ആ സ്പേസിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സാധാരണ കമ്മ്യൂണിറ്റിയുടെ ക്രോസ് സെക്ഷനായിട്ടാണ് കണക്ക് കൂട്ടേണ്ടത്. അപ്പോൾ അവിടെ ആർക്കും സ്വതന്ത്രമായ അഭിപ്രായം പറയാം. അതുകൊണ്ട് പക്ഷേ അത് അഭിപ്രായമാണ്, നിരൂപണമല്ല. അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മറ്റ് പ്രേക്ഷകരിലേക്ക് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അതാണ് യഥാർത്ഥത്തിൽ ഒരു സിനിമ ഹിറ്റാണ് എന്ന പ്രതീതി സൃഷ്ടിപ്പിക്കുകയും അതിൻ്റെ യാഥാർത്ഥ്യം പിന്നാലെ പ്രേക്ഷകൻ പലപ്പോഴും ചില സിനിമകളിൽ കഴിഞ്ഞ കുറേ റിലീസുമായി ബന്ധപ്പെട്ട അത്തരം പ്രവണതകൾ പ്രേക്ഷകർക്ക് ബോധ്യപ്പെട്ടു എന്നിടത്താണ് ഇത്തരം ചർച്ചകൾ രൂപപ്പെട്ടത്. സിതാര ശ്രീലയ, മാധ്യമപ്രവർത്തക, ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. സിതാര, വളരെ പ്രകടമായ അനുഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് താങ്കൾക്കുണ്ട്. നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട അന്വേഷണമോ ചോദ്യമോ ഓൺലൈൻ ഗ്രൂപ്പുകളിലൂടെ റിവ്യൂ എന്ന സ്വഭാവത്തോടുകൂടി വളരെ സംഘടിതമായി സിനിമയെ ഒരു ഹിറ്റ് ചാർട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ ശ്രമം നടക്കുന്നുണ്ടോ? അത് സിനിമയെക്കുറിച്ചുള്ള സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനം നടത്തുന്നവരെ കൈകാര്യം ചെയ്യുന്ന നിലയിലും എത്തിയിട്ടുണ്ടോ? സിതാര തന്നെ അത്തരം അനുഭവങ്ങൾ ഉണ്ടായ ഒരു സാഹചര്യം കൂടി ഇക്കാര്യത്തിലില്ലേ, ഏറ്റവും പുതിയ റിലീസിലടക്കം? തീർച്ചയായിട്ടും ഇതിൽ നമ്മൾ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആർക്കുമുണ്ട്. അല്ലാതെ ഈ നേരത്തെ പറഞ്ഞതുപോലെ നിരൂപണത്തിന്റെ സങ്കേതങ്ങൾ അല്ലെങ്കിൽ സിനിമയുടെ സങ്കേതങ്ങൾ പഠിച്ച ശേഷം മാത്രം ചെയ്യേണ്ട ഒന്നായിട്ട് ഈ നിരൂപണം എനിക്ക് തോന്നുന്നില്ല. അതായത് ഒരാൾ കാശ് കൊടുത്ത് സിനിമ കാണുന്നു, ആ സിനിമയെക്കുറിച്ച് അയാൾക്ക് പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം ഈ പറഞ്ഞ പോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയ കൂടുതൽ വ്യാപകമായ കാലഘട്ടത്തിൽ FB-യിലൂടെയും വാട്സപ്പിലൂടെയും ആളുകൾ സ്വാഭാവികമായിട്ട് അവരുടെ അഭിപ്രായം പറയും. അതിനെ നമുക്ക് തടയാൻ പറ്റില്ല. പിന്നെ ഇവിടെ സംഭവിക്കുന്ന ഒരു പ്രധാന കാര്യം അല്ലെങ്കിൽ ഈ
പറയുന്ന തരത്തിലുള്ള ഒരു പെയ്ഡ് റിവ്യൂ എന്ന തരത്തിലേക്ക് പോകുന്നത് പലപ്പോഴും ഈ ഫാൻസ് ആണ് പൊതുവെ ഇത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള പ്രചരണം നടത്തുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ആദ്യത്തെ ഷോ കഴിഞ്ഞ് അടുത്ത നിമിഷം തന്നെ ഗംഭീര വിജയം, കുടുംബ പ്രേക്ഷകരുടെ ഒഴുക്ക് അല്ലെങ്കിൽ യുവാക്കളുടെ ഒഴുക്ക് എന്നൊക്കെ പറഞ്ഞ് അടുത്ത നിമിഷം തന്നെ ഇവിടെ പോസ്റ്ററുകൾ വരികയാണ്. പക്ഷെ അവരൊന്നും ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും തരത്തിൽ സിനിമയെ നിരൂപിക്കാനോ അല്ലെങ്കിൽ ആസ്വാദനം എഴുതാനോ അല്ല, അവർ ഒരു ഹൈപ്പ് ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. അത് ഈ പറയുന്ന ഫാൻസ് അസോസിയേഷനുകൾ ഏറ്റെടുക്കുന്നതല്ലാതെ സാധാരണക്കാർ ഇത്തരത്തിലുള്ള റിവ്യൂ ഇടുന്നതിനെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഒരുപക്ഷെ ഈ പെയ്ഡ് റിവ്യൂ എന്ന് നമ്മൾ സംസാരിച്ച ഈ പ്രശ്നം ആദ്യ ദിവസങ്ങളിൽ ഈ വായിക്കുന്ന ആളുകളുടെ ഓൺലൈനിലെത്തുന്ന ആളുകളുടെ മനസ്സിൽ പതിപ്പിക്കുമ്പോൾ അതിന് ഘടകവിരുദ്ധമായി സിതാരെ പോലെയുള്ള ആളുകൾ സ്വന്തം അഭിപ്രായം രേഖപ്പെടുത്തുമ്പോഴായിരിക്കാം ഒരുപക്ഷെ ഈ കടുത്ത ആരാധകർക്ക് അതിനോട് പൊരുത്തപ്പെടാൻ ആവാതെ വരിക. ഒരു മര്യാദയുമില്ലാതെ സിതാരയോടടക്കം ഏത് ഭാഷയും പ്രയോഗിച്ച് എതിർക്കാൻ തോന്നുന്നപ്പോഴാവും ഈ പെയ്ഡ് റിവ്യൂവിൻ്റെ ഒരു സാന്നിധ്യമാണോ ഇവരെ, ഈ പ്രേക്ഷകനെ, ഈ കടുത്ത ആരാധകരെ ഇങ്ങനെ അധിക്ഷേപിക്കാൻ ഇടയാക്കുന്നത്, അവസരമൊരുക്കുന്നത്? അത് പെയ്ഡ് റിവ്യൂ എന്നതിനേക്കാൾ ഒരു തരത്തിലുള്ള താര ആരാധന കൊണ്ടുള്ള അന്ധത എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ ഇത്തരത്തിൽ ഇവർക്കൊക്കെ പിന്നെ പേ ചെയ്യുന്നു, അതിന്റെ പുറത്ത് അവരൊക്കെ കൂട്ടമായിട്ട് ഇതിനു വേണ്ടി സംഘടിച്ചിറങ്ങുന്നു എന്നല്ല. എനിക്കെതിരെ ഉണ്ടായ അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഏറ്റവും ഒടുവിലിറങ്ങിയ മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്ന സിനിമയ്ക്ക് എഴുതിയ ആസ്വാദനത്തിന്റെ പുറത്താണ് എനിക്കെതിരെ കൂട്ടമായിട്ടുള്ള ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അത് ഈ പറഞ്ഞതുപോലെ ഞാൻ നോക്കി അതിൽ ഓരോ കമന്റും എടുത്ത് നോക്കിയാൽ അത് ഞാൻ പറഞ്ഞ സ്വാഭാവികമായിട്ടും ആസ്വാദനം എന്ന് പറയുന്നത് ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. എനിക്ക് നല്ലതെന്ന് തോന്നുന്നു മറ്റൊരാൾക്ക് നല്ലതെന്ന് തോന്നണമെന്നില്ല, അല്ലെങ്കിൽ ഞാൻ നല്ലതെന്ന് പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ചീത്ത എന്ന് പറഞ്ഞുകൊണ്ടോ ആ സിനിമ മൊത്തത്തിൽ ചീത്തയാവണമെന്നില്ല. പക്ഷെ ആ പറയുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞ ആ ഒരു അഭിപ്രായത്തോടുള്ള വിയോജിപ്പല്ല അവർ രേഖപ്പെടുത്തുന്നത്. 1-2 കമന്റുകൾ ഞാൻ പറയുകയാണെങ്കിൽ, നിന്റെ പേച്ച നാക്കെടുത്ത് വളച്ചാൽ നിന്റെ പുലകുളി അടിയന്തരം നടത്തും, പിന്നെ മറ്റൊരാളിനോട് ചോദിച്ചാൽ നിന്റെ റേറ്റ് എത്രയാ, ഇങ്ങനെ ചോദിക്കുന്ന ആൾക്കാരാണ്. ഇവരുടെയൊക്കെ പ്രൊഫൈലിലേക്ക് ഞാൻ പോയി. പക്ഷെ ഇവരൊന്നും എന്താ പറയേണ്ടത്, സ്വന്തം ഫോട്ടോയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ജെന്യൂൻ ആയിട്ടുള്ള മറ്റേതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ അതായത് സിതാര വിശ്വസിക്കുന്നത് ഒരു ബോധ്യം ഇതെല്ലാം ഫേക്ക് ഐഡികളാണ് അല്ലേ? അതെ, തീർച്ചയായിട്ടും. എനിക്കെതിരെ ഇത്തരത്തിൽ വ്യക്തിപരമായ ആക്രമണങ്ങൾ നടത്തിയ മിക്ക ഐഡികളും ഫേക്ക് ഐഡികളാണ്. അല്ലാത്ത 1-2 പേരോട് ഞാൻ പോയിട്ട് ഇത് സൈബർ കേസ് കൊടുത്താൽ എന്തായിരിക്കും ഫലമെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ, അയ്യോ കുടുംബം കളക്കരുത്, എനിക്ക് 3 പെൺമക്കളുണ്ട്, എന്നെ ഉപദ്രവിക്കരുത്, സോറി, അപ്പോഴത്തെ ഒരു വികാരത്തിന്റെ പുറത്ത് എഴുതിയതാണ് എന്നാണ് അയാൾ ഇൻബോക്സിൽ പ്രതികരിച്ചത്. അപ്പോൾ അങ്ങനെ ഫേക്ക് ഐഡികൾ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുകയും അല്ലാത്തവർ ഞാനിങ്ങനെ പ്രതികരിച്ചതിന് ശേഷം അവർ സ്വയം കമന്റ് ഡിലീറ്റ് ചെയ്ത് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നന്ദി സിതാര, ജോലിക്കിടയിലാണ് ഞങ്ങളോട് സംസാരിച്ചത്. ദീദി നേരത്തെ പറഞ്ഞ ഈ സ്വതന്ത്ര അഭിപ്രായത്തിൻ്റെ, ഞാൻ വിശ്വസിക്കുന്നതാണ് ഈ പറയുന്നത്, ആ സ്വതന്ത്ര അഭിപ്രായത്തിൽ പെടുന്നതാണ് സിതാര രേഖപ്പെടുത്താൻ ശ്രമിച്ചത്, ഒരു സിനിമയോടുള്ള യോജിപ്പോ വിയോജിപ്പോ. മറുഭാഗത്ത് നേരത്തെ ശ്രീ കമൽ പറഞ്ഞതുപോലെ ഒരു മര്യാദയും അറിവുമില്ലാതെ വന്നു പറയുന്ന അഭിപ്രായങ്ങൾ നിരൂപണങ്ങളായി പോകുന്നതിൽ അസ്വസ്ഥതപ്പെട്ട ഒരു മേഖല, അതിനെ അതിജീവിക്കാൻ കഴിയുമെന്ന് വന്നെത്തിച്ചേരുന്ന കുറേ ആളുകളുടെ വാഗ്ദാനങ്ങളിൽ പെട്ടുപോകുമ്പോഴാണ് പെയ്ഡ് റിവ്യൂ ഉണ്ടാകുന്നത്. ആ പെയ്ഡ് റിവ്യൂകൾ മറ്റ് വിമർശനങ്ങളെ, മുമ്പ് പറഞ്ഞ സ്വതന്ത്ര അഭിപ്രായങ്ങളെ മുകളിലേക്ക് വരാത്ത വിധം ഇത് അടിച്ചേൽപ്പിക്കുകയാണ്. അങ്ങനെ ഒരു ഹിറ്റിൻ്റെ സ്വഭാവം രൂപപ്പെടുത്തുന്നു ഇത്തരം വ്യാജ നിരൂപണങ്ങളിലൂടെ. അതൊരു PR നിരൂപണം തന്നെയാണ്. മുമ്പ് പറഞ്ഞ സ്വതന്ത്ര നിരൂപണങ്ങളെയും അഭിപ്രായങ്ങളെയുമാണ് ഇത് അടിച്ചമർത്തുന്നത്. ഇതിനൊപ്പം തന്നെ ഫേക്ക് ഐഡികൾ രൂപപ്പെടുത്തുന്നു, അതിലൂടെ ഈ അഭിപ്രായം പറയുന്നവരെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നു. സിതാര പറഞ്ഞതും കേട്ടല്ലോ. ഈ പ്രവണതയെക്കുറിച്ചാണ് നമ്മൾ ഗൗരവമായി ആലോചിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊരു തരത്തിൽ നവമാധ്യമ സാധ്യതകളുടെ ദുരുപയോഗമല്ലേ? അതെ, ക്രിമിനൽ ഒഫൻസസ് ഒരുപാട് നടക്കുന്ന ഒരു സ്ഥലമാണ്. നമുക്കറിയാം ഇവിടെ എത്ര റേപ്പ് നടക്കുന്നു, അതിൻ്റെ പേരിൽ കേസ് എടുക്കേണ്ടതൊക്കെ അത് വേറെ വിഷയമാണ്. സിത്താരയ്ക്കെതിരെ അങ്ങനെ ആളുകൾ അതുപോലെയാണ് പെരുമാറുന്നതെങ്കിൽ അതൊരു ക്രിമിനൽ ഒഫൻസാണ്, അത് അതിന് ശിക്ഷ വേറെയുമാണ്. ഇവിടെ വിഷയം ക്രിട്ടിക്കലാവുമ്പോഴേക്കും നമുക്കുണ്ടാവുന്ന ഒരു അസഹിഷ്ണുത തന്നെയാണ്. നമ്മളെങ്ങനെയാണ് നല്ല സിനിമയെ ആരെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, എന്താ അതിൻ്റെ മാനദണ്ഡം, എന്ത് വെച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? സിനിമകളുണ്ട്, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫിലിംസാണ്, അല്ലാതെ സിനിമ ഇന്ന വിധത്തിലാണ് ഉണ്ടാക്കേണ്ടത് എന്ന് പറഞ്ഞു വെച്ചിട്ടുള്ള ആ വരേണ്യത പൊളിക്കാനാണ്. പ്രത്യേകിച്ച് കമൽ സാർ പറഞ്ഞ 2 ക്രിട്ടിക്കുകളെ ഒരിക്കലും നമുക്ക് മാപ്പ് കൊടുക്കാൻ പറ്റാത്ത കുറ്റമാണ് നിരൂപണ ശാഖയിൽ അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. ആൾക്കാർ എങ്ങനെയാണ് നല്ല സിനിമ എന്ന് പറഞ്ഞാൽ, മലയാളിത്വം എന്ന് പറഞ്ഞാൽ ഈ മറ്റേ നായർ ഭാഷയിൽ സംസാരിക്കണം, കേരള സാരി ഉടുക്കണം തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോഴും ബ്രേക്ക് ചെയ്യാൻ പറ്റാതെ കിടക്കുന്നത് ഇവർക്ക് കിട്ടിയിരുന്ന ഒരു സ്പേസ് അവർ ദുരുപയോഗം ചെയ്തുകൊണ്ടാണ്. നമുക്ക് അറിയേണ്ടത് അത് കോഴിക്കോടിൻ്റെയോ അല്ലെങ്കിൽ സിനിക്കിൻ്റെയോ ഒക്കെ
അവരുടെ അഭിപ്രായങ്ങൾ മാത്രമായിരുന്നു. അവർ ഒബ്ജക്റ്റീവാണ് എന്ന നിലയ്ക്ക് അവർ പറഞ്ഞതൊന്നും അംഗീകരിക്കാൻ പറ്റുന്നതേ അല്ല. പിന്നെ പലതരം ഉണ്ട് എന്ന് നമുക്ക് എന്താ ആക്സെപ്റ്റ് ചെയ്യാൻ ഇത്ര ബുദ്ധിമുട്ട്? എന്താ ഇപ്പൊ അല്ല ദീദി, അത് അക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണല്ലോ, അത് അംഗീകരിക്കുന്നത് കൊണ്ടാണല്ലോ ഈ കാലത്ത് ദീദി, അത് അംഗീകരിക്കുന്നത് കൊണ്ട് തന്നെയല്ലേ നമ്മൾ ചർച്ച ചെയ്യുന്നത്? ദീദി, എന്തിനാണ് ദീദി, നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അത് അംഗീകരിക്കുന്നു, അത്തരം ഒരു ബിസിനസ് രീതി രൂപപ്പെട്ടിരിക്കുന്നു എന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് അതേക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ആ ചർച്ച ചെയ്യുന്നത് ഒരു തെറ്റായ കാര്യമല്ല. ഒന്ന്. രണ്ട്, താങ്കൾ ആവർത്തിച്ച് ഉപയോഗിച്ചത് ക്രിട്ടിക് എന്ന നിലയിലാണ്. എന്റെ ഏറ്റവും വലിയ എന്റെ ആവർത്തിച്ചുള്ള ചോദ്യം ഇത് ക്രിട്ടിക് ആണോ, ഇത് പുകഴ്ത്തലുകളല്ലേ? ഒരു സിനിമ വരുമ്പോൾ ആ സിനിമയെക്കുറിച്ച് നിരന്തരമായി ആ സിനിമ മഹത്തരമാണ്, ആ സിനിമ വലിയ ചാർട്ടിലേക്ക് പോകുന്നു എന്ന നിലയിൽ പ്രേക്ഷകരെ കബളിപ്പിക്കുന്ന തരത്തിലേക്ക് വരുന്നത് എങ്ങനെയാണ് ഒരു ക്രിട്ടിക് ആകുന്നത്, ഒരു ക്രിട്ടിക്കൽ അസസ്മെന്റ് ആകുന്നത്? അതാണ് യഥാർത്ഥത്തിൽ 4 ദിവസം കഴിയുമ്പോൾ പൊളിഞ്ഞു വീഴുന്നത്. അത് സമ്മതിച്ചു. അതാണ് ആ പ്രൊപ്പഗൻഡ എങ്ങനെയാണ് നിരൂപണമാകുന്നത്? എന്താണ് പൊളിറ്റിക്കൽ പാർട്ടികൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അത് പ്രൊപ്പഗാൻഡയാണല്ലോ. രാജ്യം ഭരിക്കുന്നത് പ്രൊപ്പഗാൻഡയുടെ ജയിക്കുന്നത് പ്രൊപ്പഗാൻഡയുടെ പുറത്തല്ലേ? സാധാരണ മനുഷ്യർ പിന്നെ എന്താണ് ജനകീയം, ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ ആൾക്കാർ അഭിപ്രായം പറയും. എന്തിനാണ് നമ്മൾ ഇല്ലാത്തൊരു ഹൈറ്റൻ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഇത് ക്രിട്ടിക്കിന്റെ കസേര, ഇത് ഡയറക്ടറിന്റെ കസേര, ഇത് സിനിമ ഉണ്ടാക്കുന്ന ആളുടെ കസേര, അതിന്റെ കാലമൊക്കെ കഴിഞ്ഞല്ലോ. ജനകീയമല്ലേ, ആൾക്കാർക്ക് പറ്റുന്ന സ്പേസ് ആണ്. ഒന്ന് മടങ്ങി വരാം, താങ്കളിലേക്ക് മടങ്ങി വരാം. സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ കൂടി ചേരുകയാണ്. ദീദി, ഞാൻ മടങ്ങി വരാം. ശ്രീ ബി ഉണ്ണികൃഷ്ണൻ, ഇപ്പോൾ ഈ സിനിമ റിലീസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആ സിനിമകളെക്കുറിച്ച് ഒരു നിരൂപണ സ്വഭാവത്തോടുകൂടി വന്നുകൊണ്ടിരിക്കുന്ന, വളരെ സ്വതന്ത്രമെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലേക്കുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നവമാധ്യമങ്ങളിൽ വളരെ സജീവമാണ്. പക്ഷേ പലപ്പോഴും പല സിനിമകളും 3-4 ദിവസം കഴിയുമ്പോൾ, ഒരാഴ്ച കഴിയുമ്പോൾ ഈ റിവ്യൂകൾ തന്ന ഒരു പ്രതീതി ആയിരിക്കില്ല സിനിമകൾക്ക് തിയേറ്ററിൽ സംഭവിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ വളരെ ജനകീയമായ അനിവാര്യമായ ഒരു ഏർപ്പാടായി താങ്കൾ കാണുന്നുണ്ടോ, അതോ ഒരു സ്റ്റുപ്പിഡ് മാനേജ്മെന്റ് ആണോ? അല്ല, ഇതിനകത്ത് നമുക്ക് ഒറ്റ രീതിയിൽ ഉത്തരം പറയാൻ പറ്റുന്ന ഒരു ചോദ്യമല്ലല്ലോ ഇത്. കാരണം നമ്മുടെ വിമർശനം അല്ലെങ്കിൽ വിമർശനത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഈ ചോദ്യത്തിന്റെ രത്ന ചുരുക്കം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതിന് 2 രീതിയിൽ കാണണം. ഒന്ന്, ഒരു സിനിമ അനൗൺസ് ചെയ്യുന്ന മുതൽ ആ സിനിമ തിയേറ്ററിലെത്തി അതിന്റെ വിപണനം വരെ ഇന്ന് 1,50,000 രൂപ തൊട്ട് 2.5 ലക്ഷം രൂപ വരെ കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റെടുക്കുന്ന ഗ്രൂപ്പുകൾ കേരളത്തിൽ ഇഷ്ടം പോലെയുണ്ട്. ഓൺലൈൻ പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ അവർ ആ പാക്കേജിൽ പറയുന്ന ഒരു പ്രധാന കാര്യം, സിനിമ റിലീസ് ചെയ്ത്, അതായത് ആദ്യ ഷോ തുടങ്ങി 45 മിനിറ്റ് കഴിയുന്നത് മുതൽ ഞങ്ങൾ ഇതിന്റെ അപ്ഡേറ്റ് ഇട്ട് തുടങ്ങും എന്നുള്ളതാണ്. അതായത് ഒരു പോസിറ്റീവ് ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അതായത് നമ്മൾ പെയ്ഡ് റിവ്യൂ എന്നൊക്കെ പറയുന്നത് അത് ഈ പാക്കേജിന്റെ ഒരു ഭാഗമാണ്. ഇത് ഞാൻ വളരെ നടക്കുന്ന കാര്യമാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോ അത്തരത്തിലുള്ള ഏതാണ്ട് 30ഓളം ഗ്രൂപ്പുകൾ ഇന്ന് മലയാള സിനിമയിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോ അവര് ഒരുപാട് തരത്തിലുള്ള ഐഡിയസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഫേസ്ബുക്കിലും ട്വിറ്ററിലും എല്ലാം ഒരുപാട് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ സ്വാഭാവികമെന്നോ നിഷ്പക്ഷമെന്നോ തോന്നത്തക്ക രീതിയിലുള്ള ഒരു ഒപ്പീനിയൻ അവര് ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് അവരുടെ ഒരു പ്രമോഷന്റെ ഭാഗമാണ്. ഇത് വസ്തുതയാണ്. അത് നമ്മൾ ആ വസ്തുത ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ എല്ലാവർക്കും ഈ ഇൻഡസ്ട്രിയുടെ ഭാഗമാകാൻ കഴിയുള്ളൂ. ഇന്ന് എല്ലാവരും ചെയ്യുന്നുണ്ട്, എല്ലാ സിനിമകൾക്കും ഇത് ചെയ്യുന്നു. പക്ഷേ ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടത്, നമ്മൾ പണ്ട് പറയുന്ന ഒരു ആം ചെയർ ക്രിട്ടിക് ഉണ്ടല്ലോ, ഒരു ഹൈ ക്രിട്ടിക് എന്ന് പറയുന്ന ഒരു വിമർശനം എന്ന് പറയുന്ന ഒരു സ്ഥാപനം അല്ലെങ്കിൽ വിമർശകന് നമ്മൾ ചാർത്തി കൊടുക്കുന്ന ഒരു ഹൈ സീരിയസ്, അത് വിട്ടുകൊണ്ട് ഈ സൈബർ ലോകം, അതായത് ഫേസ്ബുക്ക്, വാട്സപ്പ് കൂട്ടായ്മകള്, അതുപോലെ ബ്ലോഗുകള്, ഇതെല്ലാം ഇതിന്റെ വേറൊരു തരത്തിലുള്ള വലിയ ജനാധിപത്യവൽക്കരണം സാധ്യമാക്കിയിട്ടുണ്ട്. പണ്ട് എന്ന് പറയുന്ന അത്ര പണ്ടല്ല, ഞാനൊക്കെ വിമർശനം എഴുതി തുടങ്ങുമ്പോൾ നമ്മൾ മാതൃഭൂമിക്കോ കലാകൗമുദിക്കോ അയച്ചിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യും, ഇടിച്ചത് അത് മടക്കുന്നുണ്ടോ ഇടുന്നുണ്ടോ എന്നോ ആലോചിക്കും. അപ്പൊ ഒരു തരത്തിലുള്ള സെൻസറിങ് ഒക്കെ കടന്നിട്ട് വേണം ഈ വളരെ എന്താ പറയുക ഹൈ സീരിയസ് ആയിട്ടുള്ള ഈ ആക്ടിവിറ്റി ചെയ്യാനായി. പക്ഷെ ഇന്ന് എനിക്ക് എന്റെ ഫോണിലൂടെ ഇത് ചെയ്യാം. എനിക്ക് വളരെ സ്വതന്ത്രമായിട്ട് ഒരു നിരൂപണം എനിക്ക് നിർമ്മിക്കാൻ സാധിക്കും. തീർച്ചയായും ശ്രീ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു വന്നതിൽ ആ 2 ഭാഗവുമുണ്ട്. പക്ഷെ അതിലെ ആ ആദ്യത്തെ ഭാഗമുണ്ടല്ലോ, വളരെ സ്വതന്ത്രമെന്ന് പ്രേക്ഷകനെ തോന്നിപ്പിക്കുന്ന വിധത്തിൽ സിനിമയെക്കുറിച്ച് ഒരു നല്ല പ്രതീതി സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ആ കച്ചവട തന്ത്രം,
അത് യഥാർത്ഥത്തിൽ ഒരു അതിലേക്ക് വിപണനത്തിന്റെ ഭാഗമായിട്ടും മലയാള ഈ സിനിമയുടെ എഴുത്ത് ഭാഗമായി കഴിഞ്ഞു. സംഭവിക്കുന്നത് അങ്ങനെ യഥാർത്ഥത്തിൽ ഒരു ഹിറ്റ് സൃഷ്ടിക്കാനാകും എന്നൊരു ബോധ്യത്തിലേക്കോ പോകുന്നത് ഉചിതമാണോ? അത്തരം സംവിധാനങ്ങളിൽ വാഴ്ത്തപ്പെടുന്ന സിനിമകൾ പോലും യഥാർത്ഥമായ തരത്തിൽ വിലയിരുത്തപ്പെട്ടിട്ടുണ്ടോ? നമ്മൾ കൊണ്ടാടപ്പെട്ട സിനിമകൾ പോലും ശരിയായ നിലയിൽ നിരൂപണം ചെയ്യാതെ പോയിട്ടില്ലേ പലതും? അല്ല, ശരത്ത്, ഞാൻ പറഞ്ഞ സംഗതിയിൽ ഒരെണ്ണത്തിലാണ് ഊന്നിയിരിക്കുന്നത്. അതെ. വിപണനമായിട്ട് ബന്ധപ്പെട്ട സാധനത്തിലാണ് ഊന്നിയിരിക്കുന്നത്. മറിച്ച് ഞാനത് ചോദിക്കാൻ കാര്യം, താങ്കൾ ഫെഫ്കയുടെ പ്രധാനപ്പെട്ടയാളും സിനിമ വ്യവസായത്തെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് സ്വതന്ത്രമായി സത്യസന്ധമായി ആദ്യത്തെ ഭാഗം പറഞ്ഞതുകൊണ്ടുമാണ്. അല്ല, ഞാൻ ആ ഭാഗം ഞാൻ ഒന്നുകൂടി എലാബറേറ്റ് ചെയ്താൽ, നമ്മൾ പണ്ട് നമ്മളുടെ ചിത്രത്തെ കുറിച്ച് നിർമ്മാതാവും സംവിധായകനും കൂടി ഇരുന്നിട്ട് ഒരു ക്യാപ്ഷൻ എഴുതി നമ്മള് പിന്നെ പത്രങ്ങൾ പരസ്യം കൊടുക്കുന്നു, പോസ്റ്ററുകൾ, ഇതാ നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരു ഞെട്ടിക്കുന്ന സിനിമ എന്ന രീതിയിൽ നമ്മൾ തന്നെ ക്യാപ്ഷൻ എടുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ ഒരു എക്സ്റ്റൻഷനാണ് ഇപ്പൊ സംഭവിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു അനോണിമിറ്റി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മളൊരു മേക്ക് ബിലീവ് ഒരു പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് നമ്മൾ തന്നെ ഇതിന്റെ ഒരു പോസിറ്റീവായിട്ടുള്ള പ്രതികരണങ്ങളുടേതായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുന്നു. ആ സിനിമയ്ക്ക് ഒരു പക്ഷേ പ്രേക്ഷകരിൽ ഒരു 25% 30% ഒരു നല്ല പ്രതികരണം സൃഷ്ടിക്കാൻ സാധിച്ചാൽ ഇത്തരം പ്രതികരണങ്ങൾ അതിനെ ആക്സെന്റുവേറ്റ് ചെയ്യും, അതിനെ ഹൈറ്റ്. പക്ഷേ നിങ്ങൾ ഈ സൃഷ്ടിക്കുന്ന പ്രതീതിയും പ്രേക്ഷകർ തിയേറ്ററിൽ കിട്ടുന്ന അനുഭവവും ഘടകവിരുദ്ധമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ സിനിമ തീർച്ചയായും അത് തന്നെയാണ്. ഏതൊക്കെ തരത്തിൽ യോജിച്ചാലും വിയോജിച്ചാലും, ശ്രീകൃഷ്ണൻ സമയം അവസാനിക്കുന്നുണ്ടാണ്, ഈ ഏതൊക്കെ തരത്തിൽ നമ്മൾ പറഞ്ഞാലും പ്രേക്ഷകർ ആ ഒരു അന്തരം ഇപ്പോൾ അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇതൊക്കെ വായിച്ചിട്ട് തിയേറ്ററിലേക്ക് പോയാൽ കാണുന്നത് മറ്റൊരു സിനിമയാണ്. ഇഷ്ടപ്പെടൽ എന്നതും ഇഷ്ടപ്പെടാതിരിക്കൽ എന്നതും അവനവൻ്റെ മാത്രം പ്രശ്നവുമാണ്. മനീഷിലേക്ക് വേഗത്തിൽ, ഈ പ്രതിസന്ധികൾക്കിടയിൽ ഓൺലൈൻ നിരൂപണം എന്നതിൻ്റെ ഒരു സത്യസന്ധത ഒരു വെല്ലുവിളിയായി മനീഷിനെ പോലെയുള്ള നിരൂപകർക്ക് തോന്നുന്നുണ്ടോ? ഇത്തരം കച്ചവട സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്ന നിരൂപണങ്ങൾ കൂടി വരുമ്പോൾ അവിടെ നിന്നുകൊണ്ടാണ് നിങ്ങളും ജോലി ചെയ്യേണ്ടി വരുന്നത്. ശരത്ത്, അത് എനിക്കൊരു പക്ഷേ വെല്ലുവിളി എന്നതിനപ്പുറത്ത് വലിയ സാധ്യതയായിട്ടാണ് തോന്നുന്നത്. കാരണം നേരത്തെ ശ്രീ ബി ഉണ്ണികൃഷ്ണനും ദീദിയും പറഞ്ഞു 20-ലേറെ, ശ്രീ ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു 20-ലേറെയോ അല്ലെങ്കിൽ 30-നോ അടുത്തുള്ള ഓൺലൈൻ ഫേസ്ബുക്ക് പ്രൊമോഷണൽ ഗ്രൂപ്പുകൾ. നമുക്കെല്ലാം അറിയാം, അത് ഓൺലൈനിലെ ഫേസ്ബുക്ക് പ്രൊമോഷണൽ ഗ്രൂപ്പ് എന്ന ഐഡന്റിറ്റി ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഒരിക്കലും ഒരു സ്വതന്ത്ര വാർത്താ മാധ്യമം എന്നുള്ള രീതിയിലല്ല അവർ സിനിമയെ നിരൂപണം ചെയ്യുന്നതും ആസ്വാദനക്കുറിപ്പ് എഴുതുന്നതും. അതേസമയം തന്നെ മറുവശത്ത് നമ്മുടെ മലയാളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളുണ്ട്. കഴിഞ്ഞ വർഷം 118 സിനിമകൾ തിയേറ്ററിലെത്തി. ഈ 118 സിനിമകൾ 100-നോടടുത്ത സിനിമകളിൽ തന്നെ മാതൃഭൂമിയോ മനോരമയോ അടക്കമുള്ള മുഖ്യധാരാ മാധ്യമങ്ങളിൽ ആസ്വാദനക്കുറിപ്പും നിരൂപണങ്ങളും വന്നിട്ടുണ്ട്. ഇതിൽ വന്ന ഏതെങ്കിലും നിരൂപണം വിമർശനാത്മകമാണോ എന്ന് നോക്കുക. ഈ സിനിമകൾ ഏതെങ്കിലും തരത്തിൽ പ്രേക്ഷകരുടെ അഭിരുചിയോട് അടുത്തു നിൽക്കുന്നതല്ല, അല്ലെങ്കിൽ ഈ സിനിമ ഇത്തരത്തിൽ ആസ്വാദന യോഗ്യമല്ല എന്നുള്ള തരത്തിൽ ഇവിടുത്തെ ഒരു മുഖ്യധാരാ മാധ്യമവും റിവ്യൂ കൊടുത്തിട്ടില്ല. പകരം ഇതിനെല്ലാം എല്ലാ സിനിമകൾക്കും വാഴ്ത്തുപാട്ടൊരുക്കാനാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ കാലങ്ങളായി ശ്രമിച്ചിരുന്നത്. നേരത്തെ കമൽ സാർ സൂചിപ്പിച്ചതിനോട് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ, പണ്ട് ചിത്രഭൂമി കോഴിക്കോടിന് ശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷം അതിൻ്റെ മുഖക്കുറിപ്പ് തന്നെ നൽകിക്കൊണ്ട് ഒരു നിരൂപണം പങ്ക്തി ആരംഭിക്കാൻ ശ്രമിച്ചു. തൊട്ടടുത്ത മാസത്തിൽ ഒരു സിനിമാ സംഘടനയുടെ എതിർപ്പ് മൂലം ആ പങ്ക്തി അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. ഇതുപോലുള്ള അനുഭവങ്ങൾ നിൽക്കെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇപ്പോഴും സിനിമകൾക്ക് വാഴ്ത്തുപാട്ടുമായി ഒരു തരത്തിലും വിമർശനാത്മകമായി സമീപിക്കാൻ തയ്യാറാകാതിരിക്കുകയാണ്. ഫേസ്ബുക്ക് പ്രൊമോഷണൽ ഗ്രൂപ്പുകൾ അവർ പെയ്ഡ് പ്രൊമോഷൻ എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന തരത്തിൽ തന്നെ ചെയ്യുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായി ഓൺലൈനിലോ ഏതെങ്കിലും തരത്തിലുള്ള മാധ്യമങ്ങളിലോ ബ്ലോഗുകളിലോ പോലും റിവ്യൂകൾ എഴുതുകയാണെങ്കിൽ അത് കൃത്യമായി ഫോളോ ചെയ്യുന്നവർക്ക്, അതിന് ഒപ്പം തന്നെ സിനിമയും കാണുന്നവർക്ക് ഏതൊക്കെ ബയാസ്ഡ് ആണ്, ഏതൊക്കെ അല്ലെങ്കിൽ നിഷ്പക്ഷ സ്വഭാവത്തിലാണ് എഴുതുന്ന എളുപ്പം തിരിച്ചറിയാൻ പറ്റും. തീർച്ചയായും മനീഷ് പറഞ്ഞു വന്നത് തന്നെയാണ് ഞാൻ പറയുന്നത്. മുഖ്യധാരാ മാധ്യമങ്ങൾ വിമർശിക്കപ്പെടുന്ന ഒരു വലിയ തെറ്റിലേക്ക് ഓൺലൈൻ സാധ്യതകളെ ദുരുപയോഗിക്കുന്നുണ്ടോ? തീർച്ചയായും ശക്തമായ നിരൂപണങ്ങൾ, റിവ്യൂകൾ ഉണ്ടാകുന്നുണ്ട്, അത് പ്രേക്ഷകൻ ഫോളോ ചെയ്യുന്നുണ്ട്. മനീഷ് അടക്കം എഴുതുന്ന നിരൂപണങ്ങൾക്ക്, റിവ്യൂസിന് ആ സാധ്യതയുണ്ട്. പക്ഷേ ദുരുപയോഗിക്കൽ എന്നത് നവമാധ്യമങ്ങളിലേക്കും കടന്നു വരുന്നു എന്നതിലേക്ക് തന്നെയാണ് ചർച്ചയുടെ വളരെ പ്രസക്തമായ ഘട്ടം. അതുതന്നെയാണ് മനീഷ് ഇപ്പോൾ പറഞ്ഞത്. മുഖ്യധാരാ മാധ്യമങ്ങളുടെ ചുവട് പിടിച്ച് ഓൺലൈൻ മേഖലയും വഴിമാറുന്നുണ്ടോ? പ്രൈം ഡിബേറ്റിലേക്ക് വീണ്ടും സ്വാഗതം. ശ്രീ ചന്ദ്രശേഖരൻ, ഏതായാലും ഇപ്പോൾ ശ്രീ ദീദി, അതുപോലെ തന്നെ ശ്രീ ബി ഉണ്ണികൃഷ്ണൻ, ശ്രീ കമൽ, ഇവരെല്ലാം പറഞ്ഞ നല്ലതും
അതിൽ സ്വാഭാവികമായി ഉണ്ടാകാവുന്ന ചില പ്രവണതകളും ഒക്കെയുണ്ട്. ഇതിൽ അടിസ്ഥാനപരമായി പല കാലത്തും അത്തരം പ്രശ്നങ്ങളെ തിരിച്ചറിഞ്ഞ പ്രേക്ഷകൻ്റെ ചിന്താശേഷി തന്നെയാണോ ഇവിടെയും പ്രധാനമായി ഇത്തരം തരംതിരിവുകൾ സൃഷ്ടിക്കപ്പെടേണ്ടത്, മനസ്സിലാക്കേണ്ടത്? പ്രേക്ഷകൻ അവൻ്റെ യുക്തിബോധം ഉപയോഗിച്ച് ഇതിലെ പെയ്ഡ് ഏതാണ്, ഇതിലെ സ്വതന്ത്രമായ നിരൂപണം ഏതാണ്, സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനം ഏതാണ് എന്നതിലേക്ക് പോകാൻ പ്രേക്ഷകനും കൂടുതൽ വളരേണ്ടുന്നതായ ഒരു ഘട്ടം, അല്ലെങ്കിൽ അത്തരമൊരു സാധ്യത, അത്തരമൊരു അവസ്ഥ അത് തരുന്നുണ്ടോ ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ, നമ്മൾ ആലോചിക്കുമ്പോൾ? ഇതിനകത്ത് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം കുടുംബ പ്രേക്ഷകർ, കൂടുതലും സ്ത്രീകൾ, ഇപ്പോൾ ഈ സ്മാർട്ട് ഫോണൊക്കെ ഒരുപാട് വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ആദ്യത്തെ പ്രതികരണങ്ങൾ, അല്ലെങ്കിൽ ആദ്യത്തെ 40 മിനിറ്റ് കഴിഞ്ഞിട്ട് വരുന്ന ചെറുപ്പക്കാരുടെ ഇടയിൽ പ്രചരിക്കുന്ന പ്രതികരണങ്ങൾ, അത്തരം കാര്യങ്ങൾ ഒരു പരിധിവരെ 1, 2, 3 ദിവസം വരെ അത്തരം പ്രേക്ഷകരെ സ്വാധീനിച്ചെന്ന് വരാം. പക്ഷെ അവർ കണ്ടിന്യൂസ് ആയിട്ട്, ഇതൊരു ഓൺഗോയിങ് പ്രോസസ്സ് ആകുമ്പോൾ, നേരത്തെ ദീദി പറഞ്ഞ പോലെ എത്ര വലിയ, ഇപ്പം നമ്മളിപ്പോൾ ഇത്തരം ഹൈപ്പുകൾ വാസ്തവത്തിൽ കേരളം അടക്കം സൗത്ത് ഇന്ത്യ, അല്ലെങ്കിൽ ഇന്ത്യ തന്നെ ആദ്യം കാണുന്നത് രജനീകാന്തിൻ്റെ സിനിമകളിലൂടെയാണ് ഇത്തരം ഹൈപ്പുകൾ സൃഷ്ടിച്ചെടുത്തിട്ടുള്ളത്. പക്ഷേ അങ്ങനെ സൃഷ്ടിച്ചെടുത്ത എത്ര സിനിമ പോലും രജനീകാന്തിൻ്റെ സിനിമയായിട്ട് പോലും പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കാനുള്ളത്, പോകെ ആൾക്കാർക്ക് അത് മനസ്സിലായി വരുന്നുണ്ട്. പണ്ട് മൗത്ത് പബ്ലിസിറ്റി എന്ന് പറഞ്ഞൊരു കാര്യമാണ് ഉണ്ടായിരുന്നത്. കണ്ട ആൾക്കാർ കാണാത്തവരോട് പറഞ്ഞ അവരുടെ അഭിപ്രായം, അന്ന് പറഞ്ഞിരുന്നതും നിരൂപണമല്ല, അവരുടെ അഭിപ്രായമാണ് പറഞ്ഞിരുന്നത്. അതൊരു പക്ഷേ പിന്നീട് പോയി കാണുന്ന പ്രേക്ഷകന് അതിനോട് യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യാം. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, സബ്ജക്റ്റീവാണ്. പക്ഷേ ആ ഒരു അവസ്ഥയിലേക്ക് കുറച്ച് സമയമെടുക്കും. കമൽ സാറൊക്കെ ആശങ്കപ്പെടുന്നത് പോലെ അത് കുറച്ച് ഒന്ന് തെളിഞ്ഞു വരേണ്ട ഒരു പ്രശ്നമുണ്ട്, തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് എല്ലാ കാലത്തും കബളിപ്പിക്കാൻ പറ്റില്ല. ഈ പെയ്ഡ് സാധനമൊക്കെ അതൊരു പ്രൊമോഷണൽ ആക്ടിവിറ്റി ആയിട്ട് മാത്രം കരുതേണ്ട കാര്യമേ ഉള്ളൂ. നമ്മൾ വേറൊന്നുകൂടി കണക്കിലെടുക്കേണ്ടതുള്ളത്, ഈ സമയത്ത് പറയേണ്ടതുള്ളത് പറഞ്ഞാൽ, രഞ്ജിത്തൊക്കെ പറഞ്ഞതുപോലെ ഈ നമ്മുടെ വോൾ എന്ന് പറയുന്ന സാമൂഹ്യ മാധ്യമത്തിലെ വോൾ എന്ന് പറയുന്നത് ആർക്കും എന്തും ജനാധിപത്യത്തിൻ്റെ ഒരു അരാജകത്വം കൂടി അവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ദീദി, ഈ പറഞ്ഞതുപോലെ നേരത്തെ ബി ഉണ്ണികൃഷ്ണൻ സൂചിപ്പിച്ചത്, അതിൻ്റെ ഒരു കച്ചവടപരമായ സാധ്യതകളുമായി ബന്ധപ്പെട്ട് മലയാള സിനിമ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അതിലൂടെയാണ് യഥാർത്ഥത്തിൽ ഇത്തരം സ്വതന്ത്രമാണ് എന്ന ബോധ്യം ജനിപ്പിക്കുന്ന സൃഷ്ടികൾ ഉണ്ടാകുന്നത്. അത് പ്രേക്ഷകരെ ഉന്നം വെച്ച് തന്നെയാണ്. പക്ഷേ പ്രേക്ഷകൻ ഇപ്പോൾ നമ്മൾ പോലും ചർച്ച ചെയ്യുന്ന യഥാർത്ഥത്തിൽ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് നമ്മളുമൊക്കെ പ്രേക്ഷകരാണല്ലോ. അപ്പോൾ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു പൊതുവിചാരത്തിൻ്റെയും അവൻ്റെ മനോഭാവത്തിൻ്റെയും പ്രതിഫലനം തന്നെയാണ് ഈ ചർച്ച അടക്കം. അപ്പോൾ പ്രേക്ഷകൻ കുറേ കൂടി കരുതലോടെ, സെൻസിബിളായി, നല്ലതും ചീത്തയും പല കാര്യങ്ങളിലും തിരിച്ചറിയുന്നത് പോലെ തന്നെ ഇതിനെയും തിരിച്ചറിഞ്ഞുകൊള്ളും എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അത്രയേ ഉള്ളൂ. അത് വളരെ സിമ്പിളുമാണ്. ഈ പറഞ്ഞതിൽ ക്രിമിനൽ ടെൻഡൻസികൾ ഉണ്ട് എങ്കിൽ അതിനെ നമ്മൾ ഫേസ് ചെയ്യേണ്ടത് വേറെ രീതിയിലാണ്. ക്രിമിനൽ എങ്ങനെയാണ് ഇവിടെ ഒരു ക്രൈം നടക്കുമ്പം നമ്മൾ അതിനെ എടുക്കുന്നത്, അതുപോലെ തന്നെയാണ് അത് സൈബർ സ്പേസ് അതുപോലെ ദുരുപയോഗം ചെയ്താൽ അതിനെയും നമ്മൾ അങ്ങനെ കാണേണ്ടതുണ്ട്. പക്ഷെ ഇവിടുത്തെ വിഷയം അതല്ല. ഇവിടുത്തെ വിഷയം ആര് നിരൂപണം ചെയ്യണം, സിനിമയെ പറ്റി ആർക്കാണ് ആധികാരികമായിട്ട് പറയാൻ പറ്റുക എന്നൊക്കെ പറയുന്ന അത് ശരിയായിട്ടുള്ളൊരു രീതിയേ അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് സ്പേസ് ഇല്ല. ഒരാൾക്ക് ക്രിട്ടിക്കലാവാൻ പാടില്ല എന്ന് നമ്മൾ ഷാഠ്യം പിടിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. കാരണം അതിനൊരു മീഡിയയും അതിന് സ്പേസ് തരാത്ത സ്ഥിതിക്കാണ് ആൾക്കാർ ഈ വോള് അതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അത് കാണുമ്പോഴും നമ്മൾ വീണ്ടും അസഹിഷ്ണുത കാണിക്കുകയെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഇത്തിരി സ്പേസ് കൂടെ നമ്മൾ അവർക്ക് കൊടുക്കാതിരിക്കുകയാണ്. അതൊരു റോങ് ടെൻഡൻസിയാണ്. നേരത്തെ പറഞ്ഞത് ഞാൻ ആവർത്തിക്കുകയാണ്. കോഴിക്കോടൻ പോലെയും അല്ലെങ്കിൽ ഇതിനു മുമ്പേ ഇവിടെ കടന്നുപോയ നിരൂപകരെയും നമ്മൾ വീണ്ടും വീണ്ടും പറയുമ്പം ഇവിടെ മാപ്പിളമാർ പറഞ്ഞ മലയാളത്തിനെ മലയാളമായി കാണാത്തവരാണ് അവർ. റോട്ടിൽ തെരുവിൽ നടന്ന ആൾക്കാരുടെ ജീവിതങ്ങളായിട്ട് അവർ കണ്ടിട്ടില്ല. അത് വെറും വള്ളുവനാടൻ ഭാഷയിൽ പറയുന്ന നിളാനദി തീരത്ത് മാത്രം സിനിമയെ കെട്ടിയിടുന്ന ഒരു തരം ക്രിറ്റിസിസത്തിൻ്റെ അകത്ത് നിന്ന് രക്ഷപ്പെടാൻ മലയാളികൾ നന്നേ പാടുപെട്ടുകൊണ്ടിരിക്കുക. അവിടെയാണ് തോന്നുന്നത് പോലെ. മാത്രമല്ല ഇന്ന് ഫിലിം സ്റ്റഡീസ് വളരെ വ്യാപകമായിട്ട് എല്ലാ കോളേജുകളിലും ഉണ്ട്. ഏത് കുട്ടിക്കും ഒരുപക്ഷെ ഈ നേരത്തെ പറഞ്ഞ വലിയ നിരൂപകരെക്കാളും വളരെ ഷാർപ്പായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കുട്ടികളാണ് ഓരോ ബാച്ചും പുറത്തിറങ്ങുന്നത്. അവർക്ക് എല്ലാ അവകാശവും ഉണ്ട്. ഞാൻ പറയുന്നത് പെയ്ഡ് ഓർ അതർവൈസ് അത് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ തിയേറ്ററിൽ പോകണം.
തിയേറ്ററിൽ പോയി കണ്ടിട്ട് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങളും എഴുതണം. അതിന് ഇവിടെ വന്നിട്ട് നമുക്ക് തന്നിട്ടുള്ള ആ എലീറ്റിസം ഉണ്ടല്ലോ, അതിൻ്റെ കാലം കഴിഞ്ഞു. നമ്മളെ ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ തന്നെ ഇൻടോളറൻസ് നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ പാടില്ല. എല്ലാവർക്കും അവരവരുടെ സ്പേസ് അനുവദിച്ച് കൊടുക്കണം. പ്രത്യേകിച്ച് നമ്മൾ പോസ്റ്റ് മോഡേൺ യുഗത്തിലാണ് ജീവിക്കുന്നത്. മോഡേൺ പീരിയഡിലാണ് ഓഥർ ഇസ് ഡെഡ് എന്ന് പറഞ്ഞത്. അവിടുന്ന് പിന്നെ എന്ത് അതോറിറ്റിയാണ് നമ്മൾ ക്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിരൂപകൻ്റെ അതോറിറ്റിയോ സിനിമാക്കാരൻ്റെയോ കഥാകാരൻ്റെയോ അവർക്കൊന്നും അതോറിറ്റി ഇല്ല. ദേ ആർ ഡെഡ്. ഒരു അംടീൻ അഭിപ്രായങ്ങളുടെ കൂട്ടത്തിൽ ഒന്ന് മാത്രമേ അവരുടേതായിട്ടുള്ള അഭിപ്രായം ഉള്ളൂ. റൈറ്റ്. ദീദി പറഞ്ഞത് വളരെ പ്രസക്തമാകുന്നത് ഈ ചർച്ചയിലടക്കം ഉയർന്നു വന്ന 2 ഘടകങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെ വേഗത്തിൽ ബോധ്യപ്പെടാവുന്നതാണ്. ഒന്ന്, സിതാര എന്ന മാധ്യമ പ്രവർത്തക സ്വതന്ത്രമായ അഭിപ്രായം ഈ വാളിൽ രേഖപ്പെടുത്തിയപ്പോഴാണ് വളരെ സംഘടിതമായി ആക്രമിക്കപ്പെട്ടത്. ആ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് പെയ്ഡ് റിവ്യൂകൾ അതിനെ മുക്കാൻ വേണ്ടി, അത്തരം സ്വതന്ത്ര അഭിപ്രായങ്ങളെ മുക്കാൻ വേണ്ടിയുള്ളൊരു വലിയ കച്ചവട സാധ്യതയായി വരുന്നതിനെ തുറന്നു കാട്ടുന്ന ഒരു ആലോചന, ചർച്ച രൂപപ്പെട്ടത്. 1. 2, മുമ്പ് പറഞ്ഞ പാരമ്പര്യത്തെക്കുറിച്ച് പറഞ്ഞു. ആർക്കാണ് പാരമ്പര്യം വേണ്ടത്? നേരത്തെ മനീഷ് നാരായണൻ എന്ന ചെറുപ്പക്കാരൻ നിരൂപകൻ, ആ നിരൂപകനോട് വർഷങ്ങൾക്ക് മുമ്പ് മലയാളത്തിലൊരു പ്രമുഖ സംവിധായകൻ ചോദിച്ചിട്ടുണ്ട്, കലാപാരമ്പര്യമുള്ള വീട്ടിൽ നിന്നാണ് വന്നതെന്ന് കരുതുന്നില്ല, ഏതോ ചാനലിൽ വാർത്ത അവതരിപ്പിച്ചുള്ള ഒരു പരിചയം മാത്രമുള്ളയാൾ എങ്ങനെയാണ് നിരൂപിക്കുന്നതെന്ന് ചോദിക്കാൻ ഒരു പ്രമുഖ സംവിധായകൻ പോലും മലയാളത്തിൽ തുനിഞ്ഞത് നമ്മുടെ മുമ്പിലുണ്ട്. അവിടെയാണ് ദീദി പറഞ്ഞത് പ്രസക്തമാണ്. അത്തരം മുൻവിധികളെല്ലാം ബ്രേക്ക് ചെയ്യപ്പെട്ടൊരു കാലത്ത് ഈ നവമാധ്യമത്തെ പോലും മനീഷ് ദുരുപയോഗിക്കാൻ കഴിയും എന്ന് ചില ആളുകൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു, പഠിപ്പിച്ചു തരുന്നു. ബി ഉണ്ണികൃഷ്ണൻ അത് സമ്മതിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളോട് സംസാരിച്ചത്. ടെലിവിഷൻ ഷോ അടക്കം പ്രൊമോഷണൽ പരിപാടികൾ മാത്രമായി മാറുന്ന കാലത്ത് മുഖ്യധാരാ മാധ്യമങ്ങൾ, നേരത്തെ മനീഷ് സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ മുഖ്യധാരാ പത്രങ്ങൾ, മാധ്യമങ്ങളൊക്കെ ചെയ്യുന്നൊരു ചില പണിയുണ്ടല്ലോ, പുകഴ്ത്തുന്നു സിനിമകളെ, മനീഷ് പറഞ്ഞ പോലെ. പക്ഷേ സാറ്റലൈറ്റ് റൈറ്റ് കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ പതുക്കെ സൈഡിൽ കൂടി പണിയുന്നതും നമ്മൾക്കൊക്കെ അറിയാവുന്ന ചില കാര്യങ്ങളാണല്ലോ. ഇതെല്ലാം നിൽക്കുമ്പോഴാണ് ഈ മാധ്യമ സാധ്യതകൾ, നവമാധ്യമ സാധ്യതകളെ ദുരുപയോഗിക്കാതെ കാത്തു സൂക്ഷിക്കേണ്ട ഒരു ബാധ്യത പ്രേക്ഷക സമൂഹത്തിന് വരുന്നത്. വിശ്വസിക്കുന്നുണ്ടോ മനീഷ് അതിൽ? ശരത്ത പറഞ്ഞതിലേക്ക് തന്നെയാണ് വരുന്നത്. കാരണം നമുക്കറിയാം, ഇപ്പോൾ 10-20 വർഷത്തിനധികം പാരമ്പര്യമുള്ള രീതിയിൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട വിനോദ ചാനലുകൾ ഫിലിം അവാർഡുകൾ നടത്താറുണ്ട്. 1-2 ചാനലുകൾ ഫിലിം അവാർഡുകൾ നടത്താറുണ്ട്. പക്ഷെ അവർ ഓരോ വർഷവും കൊടുക്കുന്ന മികച്ച നടനും മികച്ച ചിത്രത്തിനും മികച്ച നടിക്കും അങ്ങനെ പല വിഭാഗങ്ങളിലും കൊടുക്കുന്ന അവാർഡുകൾ അർഹതപ്പെട്ടവരിലാണ് പോകുന്നത് എന്ന് പ്രേക്ഷകൻ പല വർഷങ്ങളിലായി ചിന്തിക്കുമ്പോൾ ഇതൊരു ഷോ ബിസിനസ് മാത്രമാണ്, താരനിശ എന്നതിനപ്പുറത്ത് ഇത് മികവിൻ്റെ അല്ലെ മൂല്യത്തിന് കിട്ടുന്ന അവാർഡായി പരിഗണിക്കേണ്ട എന്ന രീതിയിലേക്ക് അവനെ സംബന്ധിച്ചോളം അവർ കുറച്ചുകൂടി അവന് സ്വന്തമായി ചിന്തിച്ചെടുക്കാവുന്ന രീതിയിൽ അവൻ്റെ ഒരു വിവേചനത്തിലൂടെയുള്ള ഒരു ബോധ്യം വരുന്നുണ്ട്. സമാനമായിട്ട് തന്നെയാണ് ഫിലിം പ്രൊമോഷൻ പേജുകളുടെ കാര്യത്തിലും. 1-2 സിനിമകളുടെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലൊരു പെട്ടുപോക്ക്, ഇന്ന് പെട്ടെന്ന് കാണേണ്ട സിനിമയുടെ കാര്യത്തിൽ ഇന്ന പേജ് പറഞ്ഞു നല്ലതാണെന്ന്, എന്നാൽ 4 സ്റ്റാറിൻ്റെ പേരിൽ പോയി നോക്കാം എന്ന് കരുതി അടുത്ത തവണ എനിക്ക് സ്വന്തമായിട്ട് ആ സിനിമ കണ്ടിട്ട് അത് അങ്ങനെയല്ലെന്ന് ബോധ്യപ്പെടുമ്പോൾ അടുത്ത തവണ ആ പേജ് പറയുന്ന അല്ലെങ്കിൽ അവർ പെയ്ഡായിട്ടോ പ്രൊമോഷന് വേണ്ടിയോ ചെയ്യുന്ന ആ ഒരു ചെയ്തിക്ക് ഞാൻ വഴങ്ങില്ല എന്ന ബോധ്യത്തോടെ ആ പേജിനെ ഉപേക്ഷിക്കാൻ തയ്യാറാവും. മുഖ്യധാര മാധ്യമങ്ങളുടെ കാര്യത്തിലും അത്തരത്തിൽ തന്നെയാണ്. എല്ലാവരും വാഴ്ത്തുപാട്ട് നടത്തുമ്പോൾ എനിക്ക് ആ സിനിമ അങ്ങനെയല്ല എന്ന് തോന്നലിലേക്ക് പ്രേക്ഷകൻ എത്തുകയാണെങ്കിൽ അവന് വിശ്വസിക്കാത്ത നിരൂപണമായിട്ട് ആ മാധ്യമ സ്ഥാപനത്തിൻ്റെയും മാറും. ഇപ്പോൾ എനിക്ക് തന്നെ തോന്നുന്നത് മലയാളത്തിലുള്ള ഈ അസഹിഷ്ണുത 4-1 പോലും ദേശീയ മാധ്യമങ്ങളുടെ കാര്യത്തിലില്ല. ദേശീയ മാധ്യമങ്ങൾ മലയാളത്തിലെ ഒരു വർഷത്തെ മുഴുവൻ സിനിമയിലുള്ള മുതൽ മുടക്കിൻ്റെയും 10-20 ഇരട്ടിയാണ് ബോളിവുഡിൽ മുതൽ മുടക്കുന്നത്. എന്നിട്ടും ബോളിവുഡിൽ ഒരു സിനിമ റിലീസ് ചെയ്ത് ആദ്യ ഷോ പൂർത്തിയാകുമ്പോൾ തന്നെ പ്രധാനപ്പെട്ട ദേശീയ മാധ്യമങ്ങളിൽ റിവ്യൂ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ രാജീവ് മസന്ത് പോലുള്ള ആൾ നൗ ഷോയിങ് തലേ ദിവസം ബോളിവുഡിലെ പ്രധാനപ്പെട്ട സെലിബ്രിറ്റീസിനെ ഉപയോഗിച്ച് ചർച്ച നടത്തിയതിന് ശേഷമാണ് പിറ്റേ ദിവസം അദ്ദേഹം സ്റ്റാർ റേറ്റിംഗുകളൊക്കെ നടത്തി റിവ്യൂ നടത്തുന്നത്. അവിടെയൊന്നും ഏതെങ്കിലും തരത്തിലുള്ള അസഹിഷ്ണുതയോ മാറ്റി നിർത്തലുമില്ല. അപ്പോഴാണ് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾക്ക് രാഷ്ട്രീയത്തോടും സാംസ്കാരിക മേഖലയിലൂടെയൊക്കെ വിമർശനാത്മകമായി സമീപിക്കാൻ പറ്റുന്നതും ചലച്ചിത്ര മേഖലയോട് മാത്രം ഒരു തലോടലിലേക്ക്, ഒരു താരാട്ടുപാടിലേക്ക് മാത്രമേ അവരെ സമീപിക്കാൻ പറ്റൂ എന്നുള്ള നിലപാട് വർഷങ്ങളായിട്ട് ഏറ്റെടുക്കുന്നത്. റൈറ്റ്. തീർച്ചയായും സിനിമ എന്നത് കേവലം വ്യവസായം മാത്രമായി കാണാതിരിക്കുക, സിനിമാ ലോകവും മാധ്യമ ലോകവും പ്രേക്ഷക സമൂഹവും വളരെ കൃത്യമായ തിരിച്ചറിവോടെ വിമർശന സ്വരത്തോടെ സമീപിക്കുമ്പോഴാണ് ഇത്തരം പെയ്ഡ് റിവ്യൂകളുടെ സാധ്യതകൾ അവസാനിക്കുക.
അത്തരം സാധ്യതകൾ യഥാർത്ഥത്തിൽ ഹിറ്റുകൾ സമ്മാനിക്കില്ല എന്ന യാഥാർത്ഥ്യം സിനിമാ ലോകം തിരിച്ചറിയും. നവമാധ്യമങ്ങളുടെ സ്വതന്ത്ര സാധ്യതകളെ അതേപടി നിലനിർത്താനുള്ള ജാഗ്രത അതുതന്നെയാണ് ഈ ചർച്ചയ്ക്കും ഏറ്റവും പ്രധാനപ്പെട്ടതായി ഞങ്ങൾ ഉപയോഗിച്ച പ്രധാനപ്പെട്ട ഒരു ആലോചന വിഷയം. വളരെയധികം നന്ദി ശ്രീമതി ദീദി ദാമോദരൻ, മനീഷ്, ഒപ്പം തന്നെ ശ്രീ ചന്ദ്രശേഖരൻ, ശ്രീ ബി ഉണ്ണികൃഷ്ണൻ, കമൽ അടക്കം എല്ലാവരോടും വളരെയധികം നന്ദി. ഇപ്പോൾ വന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കോഴിക്കോട് ജില്ലാ കളക്ടർ പ്രശാന്ത് നായർക്ക് ചീഫ് സെക്രട്ടറിയുടെ കാരണം കാണിക്കൽ നോട്ടീസ്. എം കെ രാഘവനുമായി നേരത്തെ ഉണ്ടായ തർക്കമാണ് നോട്ടീസിന് ആധാരമായി കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ വിവരങ്ങളുമായി ഷഹീദ് ചേരുകയാണ് കോഴിക്കോട് നിന്നും. ഷഹീദ്, എന്താണ് ചീഫ് സെക്രട്ടറിക്ക് കളക്ടർ ബ്രോയോട് പെട്ടെന്നൊരു അനിഷ്ടം തോന്നാൻ കാരണം? ഇതെന്നോ ഉണ്ടായൊരു സംഭവമല്ലേ എം കെ രാഘവൻ എന്ന എം പിയുമായി കളക്ടർക്കുണ്ടായ തർക്കവും പ്രശ്നങ്ങളുമൊക്കെ? തീർച്ചയായും ശരത്ത്, ഈ മാസം 11-നാണ് ഇത്തരമൊരു കാരണം കാണിക്കൽ നോട്ടീസ് ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ജില്ലാ കളക്ടർക്ക് ലഭിച്ചിരിക്കുന്നത്. 6 മാസം മുമ്പ്, ശരത്ത് സൂചിപ്പിച്ചതുപോലെ 6 മാസം മുമ്പ് കോഴിക്കോട് എം പി എം കെ രാഘവനും ജില്ലാ കളക്ടറും തമ്മിൽ ഒരു തർക്കം ഉടലെടുത്തിരുന്നു. ഇത് പരസ്യമായ ഒരു വിഴുപ്പലക്കലിലേക്ക് നീങ്ങിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ചീഫ് സെക്രട്ടറി 2 തവണ ജില്ലാ കളക്ടർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. ഇതിന് കൃത്യമായ മറുപടി നൽകിയില്ലെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ വീണ്ടും കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഈ മാസം 11-നാണ് നോട്ടീസ് നൽകിയത്. അഥവാ IAS സമരം വിജിലൻസ് ഓഫീസറുമായി ബന്ധപ്പെട്ട്, വിജിലൻസ് മേധാവിയുമായി ബന്ധപ്പെട്ട് IASകാർ കൂട്ട അവധിയെടുക്കുമെന്ന് പ്രഖ്യാപിച്ച് സമരത്തിന് മുന്നിട്ടിറങ്ങിയ ദിവസത്തിന് 2 ദിവസത്തിന് ശേഷമാണ് ഇത്തരമൊരു നോട്ടീസ് ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നതെന്നതാണ് ശ്രദ്ധേയമായ കാര്യം. കോഴിക്കോട് നമുക്കറിയാൻ കഴിഞ്ഞത്, കോഴിക്കോട് ജില്ലാ കളക്ടർ പ്രശാന്ത് നായരോട് ഇത്തരമൊരു കൂട്ടവധിയിൽ പങ്കെടുത്ത് സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കണമെന്ന് ചീഫ് സെക്രട്ടറി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതിനോട് നിസ്സഹകരിക്കുന്ന ഒരു നിലപാടാണ് കളക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതാണ് പെട്ടെന്ന് ഇത്തരത്തിലൊരു നോട്ടീസിലേക്ക് വഴി തെളിയിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരത്. ശരി ഷഹീദാണ് വളരെ പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ തന്നത്. IASകാർക്കിടയിലെ എതിർപ്പിൻ്റെ, പരസ്പരമുള്ള തർക്കത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം, ശത്രുത തീർക്കൽ, കാരണം കാണിക്കൽ നോട്ടീസായി മാറുകയാണോ എന്ന ചോദ്യം. ഏതായാലും ഇതേ വഴിക്ക് തന്നെ വരുന്ന വളരെ ശ്രദ്ധേയമായ മറ്റൊന്നുകൂടി വാർത്തയായി ഇന്ന് എത്തുകയുണ്ടായി. കേരളത്തിന് ഇത്തവണ രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ ഉണ്ടാവില്ല. കേരളം പട്ടിക കൃത്യസമയത്ത് സമർപ്പിച്ചില്ല എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിശദീകരണം. എന്നാൽ കേന്ദ്രം ആവശ്യപ്പെട്ട പ്രകാരം പ്രത്യേക പാസ്വേഡ് ഉപയോഗിച്ച് പട്ടിക ഡിസംബർ 30-ന് സമർപ്പിച്ചതായി ആഭ്യന്തര സെക്രട്ടറി നളിനി നെറ്റോ പറയുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തമിഴ്നാട് മുൻ ചീഫ് സെക്രട്ടറി ശ്രീ PC സിറേക്ക് ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ PC സിറേക്ക്, ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കേരളത്തിന് ഇത്തവണ രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ ഇല്ല എന്നതാണ്. അങ്ങനെ സംഭവിക്കാറില്ല എന്നിരിക്കെ ഇത്തവണ സംഭവിച്ചു എന്ന് വരുമ്പോൾ അതിലൊരു വലിയ അപാകതയും അത്ഭുതവും പൊതുവെ തോന്നുന്നുണ്ട് താനും. കേരളത്തിന് ഇത്തവണ രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ ഇല്ല. പോലീസ് മെഡൽ ഇല്ലെങ്കിൽ അതിന് വേണ്ട ശുപാർശകൾ, ഒന്നാമത് യോഗ്യരായിട്ടുള്ള ആളുകളെ കണ്ടെത്തി യഥാസമയം ശുപാർശകൾ സമർപ്പിക്കണം. അത് സമർപ്പിക്കുന്ന കാര്യത്തിൽ ആരെങ്കിലും അമാന്തം വിചാരിച്ചോ എന്നുള്ളതൊക്കെ അറിയാതെ നമ്മൾ ചുമ്മാ എന്തെങ്കിലും കമന്റ് പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, ആ വാർത്തയിൽ പറയുന്ന 2 ഭാഗം, താങ്കൾ പറഞ്ഞ 2 ഭാഗത്തിനും ഒരു വിശദീകരണം വന്നിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ഇക്കാര്യത്തിലുള്ളൊരു വിശദീകരണം കൃത്യസമയത്ത് താങ്കൾ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ ഭാഗത്ത് നിന്ന് രേഖകൾ പോയിട്ടില്ല, സമർപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ ആഭ്യന്തര സെക്രട്ടറി കൂടിയായ അഡീഷണൽ ചീഫ് സെക്രട്ടറി നളിനി നെറ്റോ പറയുന്നത് കേന്ദ്രം ആവശ്യപ്പെട്ട പ്രകാരം തന്നെ പ്രത്യേക പാസ്വേഡ് ഉപയോഗിച്ച് പട്ടിക ഡിസംബർ 30-ന് സമർപ്പിച്ചു എന്നും കൂടിയാണ്. ഈ തർക്കത്തിനിടയിൽ അർഹരായ ഉദ്യോഗസ്ഥരുടെ ഒരു അവസരമാണ് നഷ്ടപ്പെട്ടത് എന്നും മറന്നുകൂടാ. ഇവിടെ നയിച്ചെന്ന് പറയുന്നു, അവിടെ കിട്ടിയില്ലെന്നും പറയുന്നു. ഇത് രണ്ടും സത്യമായിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. അതെ, ഇവിടെ നയിച്ചെങ്കിൽ അവിടെ കിട്ടിയിരിക്കണം. ഇനിയിപ്പോ ഈ എല്ലാം ഓൺലൈനാണ് ഇപ്പൊ ചെയ്യുന്നത്. ഓൺലൈൻ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് സാങ്കേതിക പിഴവുകൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അപ്പൊ അതേപ്പറ്റിയൊക്കെ വിശദമായി അന്വേഷിച്ചു കഴിഞ്ഞ് മാത്രമേ ഇതിലെന്തെങ്കിലും ദുസ്സൂചന ഉണ്ടോ ഇല്ലയോ എന്തെങ്കിലും. പക്ഷേ ഇതിൽ നമ്മൾക്ക് ശ്രീ PC സിറേക്ക് ഒരു സംശയം. ഇപ്പോൾ അയക്കുന്നയാളിനല്ലേ ആദ്യത്തെ ഉത്തരവാദിത്വം? കാരണം അയച്ചാലേ അവർക്ക് പരിഗണിക്കാനാകൂ. അയച്ചയാൾക്ക് ഇത് അവിടെ എത്തിയോ എന്ന് അറിയാനുള്ള ഇത്തരം പ്രധാനപ്പെട്ട കാര്യങ്ങളിലെ ഒരു ഉത്തരവാദിത്വം, ഒരു സാമാന്യ യുക്തിയിൽ മാത്രമാണ് ആ ചോദ്യം. അയക്കുന്നയാൾ ഇവിടെ ഉറപ്പിച്ചു പറയുന്നു സമയത്ത് തന്നെ അയച്ചു കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. അയാളെ അവിശ്വസിക്കാൻ എന്തെങ്കിലും നിങ്ങൾക്ക് തെളിവുണ്ടോ വേറെ? അല്ല, അങ്ങനെ അവിശ്വസിച്ചിട്ട് കാര്യമില്ല. പക്ഷേ അതേസമയം
കിട്ടേണ്ട ഭാഗത്ത് നിന്ന് പറയുന്നു കിട്ടിയിട്ടുമില്ല എന്ന്. അപ്പൊ അവിടെ അന്വേഷിക്കണം, അവിടെ കിട്ടിയിട്ടുണ്ടോ, എന്തുകൊണ്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ ഇവിടെ നിന്ന് അയച്ചെന്നുള്ളതിന് തെളിവുകളുണ്ടോ, രേഖാമൂലമായ തെളിവുകളുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വിശ്വസിക്കേണ്ടി വരും. ഇരുട്ടിൽ തപ്പിയിട്ട് ഒരു കാര്യവുമില്ല, ശരിയുമാണ് താങ്കൾ പറഞ്ഞത്. പക്ഷേ ഇതിലെങ്ങനെയാണ് ഒരു വ്യക്തത, നമ്മൾ ഇരുട്ടിൽ തപ്പി എന്തെങ്കിലും ഒരു നിഗമനത്തിൽ എത്തിയിട്ട് കാര്യമില്ല. ഇരുട്ടിൽ തപ്പാതെ ഇതിലെങ്ങനെയാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായാൽ അതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കി എടുക്കാനാവുക? നമ്മൾക്കെന്നല്ല, സംവിധാനത്തിലൂടെ എങ്ങനെയാണ് ഇതിലൊരു പരിശോധന സാധ്യമാവുക? തീർച്ചയായിട്ടും സാധിക്കും. ഇവിടെ നിന്ന് പോയിട്ടുണ്ടോ, പഴയ കാലത്താണെങ്കിൽ രജിസ്റ്റേർഡ് പോസ്റ്റ് ആയിട്ട് അയക്കുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിധത്തിൽ അയക്കുന്നു. അവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ രജിസ്റ്റേർഡ് പോസ്റ്റ് ബൈ അക്നോളജ്മെന്റ് അവിടെ വാങ്ങുന്നു. ഇന്നത്തെ കാലത്തുള്ളത് ഇപ്പൊ ഇമെയിൽ ആയിട്ട് അയക്കുന്നു. അതിൽ പ്രത്യേക പുതിയ പാസ്വേഡ് ഉപയോഗിച്ച് അയച്ചു രേഖാമൂലമായ തെളിവുകളുണ്ട്. ഇനി തെറ്റായ അഡ്രസ്സിലാണോ അയച്ചത്, അതും ഇവിടെ ചെക്ക് ചെയ്യാവുന്ന കാര്യമാണ്. ഏത് അഡ്രസ്സിലാണ് അയച്ചത്, ഏത് വിധത്തിലാണ് അയച്ചത് എന്നുള്ളതൊക്കെ വെരിഫയബിൾ കാര്യം. ഞാനൊന്ന് ഒരിക്കൽ കൂടി താങ്കളിലേക്ക് മടങ്ങി വരാൻ ദയവായി ഒന്ന് ലൈനിൽ തുടരുക. ഗുജറാത്ത് മുൻ DGP ശ്രീ RB ശ്രീകുമാർ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ RB ശ്രീകുമാർ, കേരളത്തിന് ഇത്തവണ രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ ഇല്ല എന്ന് പറയുമ്പോൾ അത് അർഹരായവരില്ലാത്തത് കൊണ്ടല്ല എന്ന് വ്യക്തം. കാരണം ഇവിടുന്ന് ഒരു ലിസ്റ്റ് പോയിരുന്നു, ആ ലിസ്റ്റ് അവിടെ കിട്ടിയിട്ടില്ല, കേന്ദ്രത്തിൽ കിട്ടിയിട്ടില്ല എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. ഇവിടെ നിന്ന് അയച്ചു എന്ന് കേരള സർക്കാർ പറയുകയും ചെയ്യുന്നുണ്ട്. അർഹരായവരുടെ അവസരം നഷ്ടപ്പെട്ടു എന്ന ഒരു പ്രശ്നം, രണ്ട് വലിയൊരു അനാസ്ഥ, ഇത്തരം കാര്യങ്ങളിൽ കാണിക്കേണ്ട ജാഗ്രത എവിടെയോ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇത് ഒരു തരത്തിൽ വളരെ ഗുരുതരമായൊരു സാഹചര്യമല്ലേ? ഇതിനെപ്പറ്റി ചർച്ചയുടെ ആവശ്യം തന്നെ ഒരു സംശയമില്ല. അത് ചെയ്യേണ്ട ചുമതല പോലീസ് ലീഡർഷിപ്പ് വഹിച്ചിട്ടില്ല. പോലീസ് ലീഡർഷിപ്പിന്റെ ടോട്ടൽ ഫെയിലിയറാണ്. അവര് വളരെ അപലപനീയമായ ഒരു തോൽവിയാണ്. അവരുടെ നേതൃത്വത്തിൽ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്തില്ല. ഒരുപക്ഷെ താങ്കൾ ഇതിനിടയിൽ ശ്രദ്ധിച്ചോ എന്നറിയില്ല, കേരളത്തിൽ ചരിത്രത്തിൽ ആദ്യമായി മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതുപോലെ കൂട്ട അവധിയെടുത്ത് സമരം ചെയ്യാൻ IAS-കാർ തീരുമാനിച്ചൊരു സാഹചര്യം, വിജിലൻസ് ഡയറക്ടറും IAS-കാരും തമ്മിലൊക്കെ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ, ഇത്തരം സാഹചര്യങ്ങളൊക്കെ തള്ളിക്കളയാവുന്ന ഒരു ഘടകമായി മാറിയിട്ടുണ്ടാകാമോ? ആയിരിക്കാം. പക്ഷേ ഇത് സംവിധാനത്തില് അതിനെ നേരിടാനുള്ള എല്ലാ നടപടിക്രമങ്ങളുണ്ട്. അങ്ങനെയാണ് തന്നെ ഇത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെയും 10% ഫെയിലറാണ്. 90% ചീഫ് സെക്രട്ടറി മുതൽ DGP വരെയുള്ള ലീഡർഷിപ്പിന്റെ ഫെയിലറാണ്. ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി അഡ്മിനിസ്ട്രേഷനിൽ വെൽ നോൺ ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ ഒരു കാര്യം അച്ചീവ് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു ബി പ്രീ ആക്റ്റീവ്, പ്രോ ആക്റ്റീവ്, പ്രോസസ് ആക്റ്റീവ്, പോസ്റ്റ് ആക്റ്റീവ്. ഇതൊന്നും ഇവിടെ ഫോളോ ചെയ്തിട്ടില്ല. ഒരു കാഷ്വൽ ലീവ് ആപ്ലിക്കേഷൻ ഒരു കോൺസ്റ്റബിൾ SP-ക്ക് അയച്ചാൽ അയാൾ തന്നെ പർസ്യൂ ചെയ്യും. അയാൾക്ക് വേറെ ആരെ പർസ്യൂ തന്നിട്ടില്ല, ക്ലാർക്കിന്റെ അടുത്ത് സമീപിക്കും. അങ്ങനെയുള്ള നിസ്സാര കാര്യം പോലും ചെയ്തില്ല. ഇത് ഉടൻ തന്നെ ചീഫ് മിനിസ്റ്ററിൽ താല്പര്യമെടുത്ത് അന്വേഷിച്ച് റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്ത് അവർക്കെതിരായിട്ട് ശക്തമായ ആക്ഷൻ എടുക്കണം. സസ്പെൻഡ് ചെയ്യണമെങ്കിൽ സസ്പെൻഡ് ചെയ്യണം. ശ്രീ PC സിറിയക്, ഇതിൽ മുഖ്യമന്ത്രിയാണോ ഇത്തരം ഒരു തർക്കത്തിൽ സംസ്ഥാനത്തിന്റെ ഭാഗത്ത് നിന്ന് നടന്നിട്ടുള്ള നടപടികളിൽ അടക്കം കൃത്യതയോടെ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഒരു നിർദ്ദേശം അദ്ദേഹത്തിൽ നിന്നുണ്ടാകേണ്ടതാണോ ശ്രീ PC സിറിയക്? ഇത് വാസ്തവത്തിൽ ചീഫ് സെക്രട്ടറിയിൽ നിന്നും ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ ഇവിടെ നിന്ന് അയച്ചു, പക്ഷെ അവിടെ കിട്ടിയില്ല എന്ന് പരാതി ഉണ്ടെങ്കിൽ എവിടെയാണ് സംഗതി പാളിയതെന്നുള്ള കാര്യം ചീഫ് സെക്രട്ടറിയെ അന്വേഷിക്കണം. ചീഫ് സെക്രട്ടറി ഹോം സെക്രട്ടറിയുടെ മറ്റും ഉത്തരവിടണം, നിങ്ങൾ ഇതിനെപ്പറ്റി ഒന്നുകൂടെ അന്വേഷിക്കുക, ഇവിടെ നയിച്ചതിന്റെ രേഖകൾ. ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്ന അസ്വാരസ്യങ്ങൾ ശ്രീ PC സിറിയക്, ഇവിടെ ഇപ്പോൾ നിലനിൽക്കുന്ന അസ്വാരസ്യങ്ങൾ തള്ളിക്കളയാവുന്നതും അല്ലല്ലോ. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ എന്തോ ചില പോലീസ് മെഡൽ എന്ന് പറയുന്നത് IPS ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമുള്ള സാധനമല്ല, IPS-ന് താഴെയുള്ള പോലീസുകാർക്കും ഉള്ളതാണ്. അതെ. അതുകൊണ്ട് ഇത് ഇപ്പൊ IPS IAS-ലുള്ള ഏതെങ്കിലും വ്യക്തികൾ തമ്മിൽ എന്തെങ്കിലും സംഘർഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലമായിട്ട് പോലീസ് വകുപ്പിനെ മുഴുവൻ ആരെങ്കിലും പഴിക്കുമെന്നും അവർക്കുള്ള അവസരങ്ങൾ ഇല്ലാതാക്കുമെന്നും ഒക്കെ നമ്മൾ ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ട ആവശ്യമില്ല. ഇതൊന്നും അങ്ങനെയൊന്നും ആരും സാധാരണ ചെയ്യാറില്ല. തീർച്ചയായും അത്തരം എന്റെ വിചാരം ചീഫ് സെക്രട്ടറിയുടെ തലത്തിൽ ഇതിനെപ്പറ്റി അന്വേഷണം നടത്തണം. തീർച്ചയായും അത്യപൂർവമായ ഒരു സാഹചര്യമാണ്. റൈറ്റ്. ശ്രീ PC സിറിയക്, ശ്രീ RB ശ്രീകുമാർ, വളരെയധികം അത്യപൂർവമായ ഒരു സംഭവമാണ്. ഏതായാലും ഇക്കുറി കേരള പോലീസിന് രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ ഇല്ല, പട്ടിക കൃത്യസമയത്ത് എത്തിയില്ല. ശ്രീ RB ശ്രീകുമാർ പറയുന്നത് മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുത്ത് ഇതേക്കുറിച്ച് അന്വേഷിക്കണം, ചീഫ് സെക്രട്ടറി തന്നെ അന്വേഷണത്തിന് മുൻകൈയെടുക്കണം എന്ന് ശ്രീ PC സിറിയക്കും വ്യക്തമായ അഭിപ്രായമാണിപ്പോൾ പ്രൈം ഡിബേറ്റിലൂടെ മുന്നോട്ട് വെച്ചത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. ലോ അക്കാദമി വിഷയത്തിൽ ഇടപെടാൻ സർക്കാർ, വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച നാളെ. പ്രിൻസിപ്പൽ ലക്ഷ്മി നായർ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദരേഖ പുറത്ത്. ആദ്യം അവസാനമുണ്ട്. തനിക്ക് ഇത്ര ഹെൽത്ത് പ്രോബ്ലം ആണ്, എന്തിനാണ് വന്ന് അഡ്മിഷൻ എടുത്തത് LLB-ക്ക്?
താൻ വല്ല ഡിഗ്രിക്ക് എങ്ങനെ ചേർന്നാൽ പോരായിരുന്നോ? തനിക്ക് ഇത്ര പ്രശ്നമുള്ള ഒരു കൊച്ചാണെങ്കിൽ അഡ്മിഷൻ കൊടുക്കില്ലായിരുന്നല്ലോ. അന്ന് തന്ത കയറി ഇറങ്ങി നടന്നാണ് അഡ്മിഷൻ വാങ്ങിച്ചത്. ജിഷ്ണു പ്രണോയിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ദുരൂഹത. ഇൻക്വസ്റ്റ് വിവരങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് വിരുദ്ധമെന്ന് ബന്ധുക്കൾ. ജല്ലിക്കെട്ടിനെ പിന്തുണച്ച് കേന്ദ്രം. വിനോദത്തിന് കാളകളുടെ ഉപയോഗം വിലക്കുന്ന ചട്ടം പിൻവലിച്ചു. കേസ് നാളെ വീണ്ടും കോടതിയിൽ. ജല്ലിക്കെട്ട് നിരോധനത്തിൽ സർക്കാരിനും മൃഗസംരക്ഷണ പ്രവർത്തകർക്കും ഇരട്ടത്താപ്പെന്ന് കമൽഹാസൻ. സ്വകാര്യ ബസ് പണിമുടക്കിൽ ദുരിതമായി ജനജീവിതം. മധ്യകേരളത്തിലും മലബാറിലും യാത്രക്കാർ വലഞ്ഞു. തെക്കൻ കേരളത്തിൽ പണിമുടക്ക് ഭാഗികം. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ അടുത്ത മാസം 2 മുതൽ അനിശ്ചിതകാല സമരം. KSRTC യാത്രക്കാർഡുകൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. കേരളത്തിന് ഇത്തവണ രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ ഇല്ല. കൃത്യസമയത്ത് പട്ടിക സമർപ്പിച്ചില്ലെന്ന് കേന്ദ്രം. ആരോപണം തള്ളി ആഭ്യന്തര സെക്രട്ടറി നളിനി നെറ്റോ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തെരേസ മേയ്ക്ക് തിരിച്ചടി. യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തുപോകാൻ പാർലമെന്റിന്റെ അനുമതി വാങ്ങണമെന്ന് ബ്രിട്ടീഷ് സുപ്രീം കോടതി.